ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നമ്മൾ നോക്കിയത് യഹോവ ഭയമുള്ള യൗവനക്കാർ, അവർ വിട്ടുമാറുന്ന 3 പാപങ്ങൾ. ഉണ്ടായിരുന്നവർക്ക് ഓർമ്മ വന്നു. യഹോവ ഭയം വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 ദോഷങ്ങൾ, 3 പാപങ്ങൾ വിട്ടുമാറണം. തെറ്റായ കൂട്ടുകെട്ട്, രണ്ടാമത്തത് ലൈംഗിക പാപങ്ങൾ, മൂന്നാമത്തത് അലസത അല്ലെങ്കിൽ മടി. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ 3 എടുത്തു പറഞ്ഞേ? സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തില് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ ഇതൊക്കെയാണ്. അന്നത്തെ ആ പ്രസംഗത്തിന് ശേഷം എല്ലാ ദിവസവും സദൃശ്യവാക്യം വായിച്ചു തുടങ്ങിയ എത്ര പേരുണ്ട്? ഒരാളുണ്ട്. എല്ലാ ദിവസവും സദൃശ്യവാക്യം വായിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ബൈബിൾ എടുത്ത് ഒരു അധ്യായം വീതം വായിക്കണം. സദൃശ്യവാക്യം 31 അധ്യായമുണ്ട്. ഒരു മാസം കൊണ്ട് നമ്മൾ ആ പുസ്തകം വായിക്കും. പിന്നെ അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോൾ പിന്നെ 1-ാമത്തെ അധ്യായം. അങ്ങനെ തുടർമാനം വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ശരി, അപ്പോൾ ഇന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വ്യക്തമായിട്ട് എൻ്റെ ഉള്ളിൽ തന്നതാണ്. ഈ 3 പാപങ്ങളിൽ, ഇപ്പൊ കൂട്ടുകെട്ട് ഒരുപാട് നിങ്ങൾ കേൾക്കുന്നതാണ്. മടി നമുക്ക് പിന്നീട് ഒരു അവസരത്തിലാവാം. ലൈംഗിക പാപങ്ങൾ ആണ് ഇന്നത്തെ വിഷയം. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ പലർക്കും നാണമൊക്കെ ആയി അല്ലെ? ഇത് വിഷയം പറയുമ്പോഴേ അവിടെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാവർക്കൊക്കെ നാണം വന്നതാണ്. അയ്യേ, ഈ ചെറുക്കൻ എന്തൊക്കെയാ ഇതൊക്കെ വിളിച്ച് പറയാൻ പോകുന്നത് അല്ലെ? ചോദ്യം ഒന്നും ചോദിക്കരുതേ ചേട്ടാ എന്നായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അല്ലേ? അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഈ ലൈംഗിക പാപം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് എന്താ ഈ ലൈംഗികത അല്ലെ? അത് മനസ്സിലാക്കണം, അത് പഠിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ആ ഗ്യാപ്പിൽ കയറി പിശാച് പണിയുണ്ട്. നിങ്ങൾ അച്ഛനും അമ്മയൊന്നും പഠിപ്പിക്കാമെങ്കിൽ പിന്നെ നമ്മൾ പഠിപ്പിച്ചരാന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെറുക്കന്മാർ വരും അല്ലെ? അപ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പൊ വചനപ്രകാരം നമ്മൾ അറിയണം എന്താണ് ലൈംഗികതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഒരു പദ്ധതി. അത് മനസ്സിലാക്കിയാലേ അതിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നതെല്ലാം പാപമാണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലെ? എന്താ പാപം? ദൈവം പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായതുള്ളെല്ലാം പാപമാണ് അല്ലെ? എന്തുകൊണ്ട് അലസത പാപമായത്? ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്നവരായിരിക്കും അല്ലെ? അതായത് മടിയന്മാരാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. അപ്പൊ നമ്മൾ മടി കാണിച്ചാൽ അത് പാപമാകും. അപ്പൊ ദൈവഹിതത്തിന് വിപരീതമാകുന്നതാണ് പാപം അല്ലെ? അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് സൃഷ്ടിച്ചപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിനോട് ചേർന്ന് പോകുന്നതാണ് നീതി എന്ന് പറയുന്നത്. അത് ചേർന്ന് പോകാത്ത എല്ലാം ദോഷം അല്ലെങ്കിൽ പാപം. അപ്പൊ ലൈംഗികതയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തുവാ? ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താ, ഉദ്ദേശം? അത് മനസ്സിലാക്കി കഴിഞ്ഞാല് ലൈംഗികത പാപമാണെന്നും പറയത്തില്ല. എന്നാൽ ലൈംഗിക പാപം നമ്മൾ വിട്ടുകളയുകയും ചെയ്യും. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. വളരെ കാതലായ ഒരു വിഷയമാണ്. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ എടുക്കണമെന്നില്ല, നമ്മൾ ധ്യാനിക്കുന്ന വാക്യങ്ങൾ ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകത്തില് ആദാമിനെയും ഭാര്യ ഹവ്വയും ദൈവം സൃഷ്ടിച്ചു അല്ലെ? അവിടാണ് വിവാഹ ബന്ധത്തിന്റെ ആ ശരിയായ ചിത്രം അല്ലെ? ആ ആദ്യത്തെ ചിത്രം നമുക്ക് കിട്ടുന്നത്. അവിടെ ആ ചിത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ലൈംഗികത 2 വ്യക്തികൾ തമ്മിലായിരിക്കണം. ആ 2 വ്യക്തികൾ ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കണം. ഇനി സ്ത്രീയും പുരുഷനുമായാൽ മാത്രം പോരാ, അവര് ഭാര്യ ഭർത്താക്കന്മാരും ആയിരിക്കണം അല്ലേ? അപ്പൊ 2 പേര് വേണം ഈ കളി കളിക്കണമെങ്കിൽ അല്ലെ? ഇപ്പൊ ഫുട്ബോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 വ്യക്തികൾ വേണം. ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. പിന്നെ ഏതെങ്കിലും 2 ആണുങ്ങൾ 2 മതിയോ? അല്ല, ഒരു സ്ത്രീയും പുരുഷനും ആയിരിക്കണം. അവര് ഏതെങ്കിലും വഴി കൂടെ പോകുന്നൊരു സ്ത്രീയും പുരുഷനായാൽ മതി. അല്ല, അവര് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം. ഈ ചിട്ടക്കൂടിനകത്തെ ഈ ലൈംഗികത ദൈവം പറഞ്ഞിട്ടുള്ളൂ. അതിന് പുറത്തു പോയി കഴിഞ്ഞാല് ദൈവത്തിന്റെ കണ്ണിൽ അത് പാപമാണ്. നമുക്ക് പല പല പ്രശ്നങ്ങളും വരും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിളിൽ ഉടനീളം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഏത് പാപത്തെക്കാളും ഇവിടെ നമ്മൾ ദൈവവചനം തെറ്റിച്ചാൽ ഒരുപാട് അനുഭവിക്കേണ്ടി അല്ലെ? എല്ലാ പാപത്തിനും നരകം വെച്ചിട്ടുണ്ട്, ശരിയാണ്. ചില പാപങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ നമ്മൾ അധികം അനുഭവിക്കേണ്ടി വരത്തില്ല. പക്ഷെ ഈ പാപം അങ്ങനല്ല. നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടും ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നത് കൊണ്ടും ശരീരത്തിൽ തന്നെ പലതും അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങൾ മനസ്സിലാകത്തില്ല. ലൈംഗിക പാപത്തിൽ ജീവിച്ച് കടന്നുപോയ, വർഷങ്ങൾ കഴിഞ്ഞു പോയ ചില വ്യക്തികൾ നമുക്ക് കൈ കിട്ടുമ്പോഴാണ്
അയ്യോ ഇവനൊക്കെ എന്തൊരു ദാരുണമായ ജീവിതമാണ്. സുഖം തേടി പോയതിപ്പം അസുഖമായി അല്ലേ? അത് മനസ്സിലാക്കണം. അവർ കുഴിയിൽ പോയത് കണ്ടിട്ട് നമ്മള് ജ്ഞാനം പഠിക്കണം. അപ്പൊ ഇവിടെ കണ്ടോ, 2 വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒറ്റയ്ക്ക് ചെയ്യുന്ന ലൈംഗിക കാര്യങ്ങളൊക്കെ പാപമാകും. ഇനി കൂടുതൽ വ്യക്തമാക്കണോ? ഒറ്റയ്ക്ക് ഇരുന്ന് ലൈംഗിക സുഖം തേടി പോകുമല്ലോ, മൊബൈലിന്റെ മുമ്പിലും കമ്പ്യൂട്ടർ മുമ്പിലും, അതൊക്കെ പാപമാണ് അല്ലെ? ഒറ്റയ്ക്ക് ഇരുന്ന് അശ്ലീല ചിത്രങ്ങൾ കാണുക, അങ്ങനത്തെ ശരീരത്തെ ദുരുപയോഗം ചെയ്യുന്ന എല്ലാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 2 വ്യക്തികൾ ഉണ്ടെങ്കിലേ ഇത് ദൈവ പദ്ധതിയിലുള്ള ലൈംഗികത ആകും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നത് എല്ലാം പാപമാണെന്ന് ആ ഒരു വസ്തുതയിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ 2 പേര് വേണം, അത് പുരുഷനും സ്ത്രീ ആയിരിക്കണം. അല്ലാതെ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ 2 പുരുഷനും ആകാം 2 സ്ത്രീക്കും ആകാം അല്ലെ? നിങ്ങളൊക്കെ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോ അതും പാടില്ല. അതും ദൈവഹിത പ്രകാരമല്ല. മൂന്നാമതായിട്ട് അത് ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ആയാൽ പോരാ, അത് വൈവാഹിക ബന്ധത്തിനകത്തേ പാടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അവിടാണ് ഏറ്റവും ഈ സുഖം ദൈവം വെച്ചിരിക്കുന്നത്, ലൈംഗികതയുടെ സുഖം അല്ലേ? അപ്പോ ദൈവത്തിന്റെ ഹിതം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്തൊക്കെ ഒഴിയണം? അപ്പം ഏതൊക്കെ പാപങ്ങൾ ഒഴിയണം? ഇപ്പൊ തന്നെ പ്രസംഗം നിർത്താം അല്ലേ? ഇപ്പൊ തന്നെ ഒരു ലിസ്റ്റ് പാപങ്ങൾ കിട്ടിയില്ലേ? ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന എല്ലാ ലൈംഗിക സുഖം തേടലും ഇന്നത്തോടെ നിർത്തണം. എന്തെങ്കിലും ഉണ്ടോ നിർത്താൻ? ഇതൊക്കെ ചോദിക്കുമ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ചിലർക്കൊക്കെ നാണം അല്ലേ? അത് നിർത്തണം കേട്ടോ. പച്ചയ്ക്ക് വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. വല്ല ക്യാമ്പിൽ വരെ ഞാൻ വിളിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് ചെയ്യുന്ന എല്ലാ ലൈംഗിക സുഖം തേടലും, മൊബൈൽ വെച്ചായാലും ഏതായാലും, വായിനോട്ടം ആയാലും അതുകൊണ്ട് വേണ്ട. മൊബൈലൊന്നും വേണ്ട. ഇങ്ങനെ പോയി ഒരാളെ നോക്കിക്കൊണ്ടിരിക്കാമല്ലോ സ്കൂളില്, വായിനോട്ടം. ആ ചെറുക്കൻ കൊള്ളാലോ, ആ പെണ്ണ് കൊള്ളാലോ, ഇതൊന്നും നിർത്തണം. അതൊന്നും പാടില്ല. അതൊക്കെ ദൈവത്തിന്റെ ലൈംഗികതയുടെ പ്ലാനിൽ പെടുന്ന കാര്യങ്ങളല്ല. പിന്നെ രണ്ടാമത് കണ്ടല്ലോ, സ്വവർഗരതി അല്ലേ? 2 ആണുങ്ങളും 2 പുരുഷന്മാരും അല്ലെങ്കിൽ 2 സ്ത്രീകളും, അതൊന്നും ദൈവഹിതപ്രകാരമല്ല. പിന്നെ മൂന്നാമത്തത് വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യണം? നമ്മൾ വിവാഹം കഴിക്കാത്ത ഒരു പയ്യനാണ് അല്ലെ, നമ്മൾ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ലൈംഗികമായ ഒരു ചിന്തയും വരാൻ പാടില്ല അല്ലേ? ദൈവത്തിന്റെ പദ്ധതിയില് ആദ്യം ഉടമ്പടി, പിന്നീടേ ഉള്ളു സുഖം. നമ്മുടെ നാട്ടിലെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം സുഖിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം അല്ലെ? അങ്ങനല്ല. ആദ്യം ഈ മനുഷ്യൻ, ഈ പുരുഷൻ പോയി പറയണം, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, ദാ ആളുകളുടെ ദൈവസന്നിധിയുടെ മുമ്പിൽ ഞാൻ ഉടമ്പടിയിൽ കയറുന്നു. അങ്ങനെ എഴുതി കൊടുത്തിട്ടേ അവിടെ തൊടാൻ പാടും അല്ലേ? ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി കാണിക്കും. അല്ലാതെ എനിക്ക് അവകാശമൊന്നും ഇല്ലാത്ത പെണ്ണിനെ ഞാൻ കയറി തൊടുമെന്ന് പറയുന്നവൻ വഷളൻ. നിങ്ങൾ പെണ്ണുങ്ങൾ കേൾക്കാൻ വേണ്ടി പറയും, അങ്ങനെയുള്ളവനെ ക്യൂട്ടെന്നൊന്നും വിളിക്കരുത്, അവൻ വഷളൻ അല്ലെ? ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടാതെ എൻ്റെ ശരീരത്തിന്റെ ഈ വിരലിന്റെ ഒരു അറ്റം പോലും തൊടുന്ന പയ്യൻ, നിങ്ങൾ പോലെ എയ്ഡ്സ് ഒക്കെ കാണുമ്പോൾ ഓടുന്നവർ ഓടിക്കണം. അവൻ എത്ര കാണാൻ കൊള്ളാലും, അവന്റെ മുടി എത്ര കാണാൻ കൊള്ളാലും ഓടിക്കണം. കോവിഡ് ഉള്ളവനാണെന്ന് പോലെ അങ്ങ് ഓടിക്കണം അവന്റെ. അല്ലാതെ അവൻ പിടിച്ചപ്പോ കൊള്ളാലോ എന്നല്ല പറയേണ്ടത്. ഇത് പല പെണ്ണുങ്ങൾക്ക് ഈ ബോധമൊന്നുമില്ല. അവൻ ക്യൂട്ടെന്നും പറഞ്ഞ് അവന്റെ പുറകെ പോയി അല്ലെ? നിങ്ങൾ ആണുങ്ങളോട് ഇത് പറയുക, ഒരു പെണ്ണിനെ തൊടാൻ ഒരു അധികാരവും ഇല്ല. അവള് ചിലപ്പോ നിന്ന് തരുന്ന ഇന്ന് അങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ട്. എന്റെ തോളത്ത് കിടന്നോടാ ഡാ 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 എന്ന് പറയുന്ന വരുന്ന അല്ലെ? ബെസ്റ്റി. ഈ ബെസ്റ്റി കിസ്റ്റി ഒക്കെ എടുത്ത് ഊരകളാണ് കേട്ടോ. അങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ അങ്ങനെ നോക്കണം. പറയും ഉള്ളിന്റെ ഉള്ളിൽ പറയണം, ഇവളൊരു വേശ്യ തന്നെ, ഓടണം. യോസേഫ് ഓടിയതറിയാലോ? പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഓടി. ഈ അമ്മച്ചി ആള് പെശകാണ്, ഓടി. നമ്മളൊക്കെ ഓടാറുണ്ടോ? ലൈംഗിക പ്രലോഭനങ്ങൾ വരുമ്പോൾ ഓടുന്നവർ എത്ര ഉണ്ട് ഇവിടെ? നിങ്ങളോടായി ചോദിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാച്യു ആയിട്ടിരിക്കും, ഇങ്ങനെ സർജറി ചെയ്യാൻ വന്നിരിക്കുന്നവര് പേടിക്കണ്ട കേട്ടോ. ഇതെല്ലാം കടന്നുപോയ ഒരാള് തന്നെ. ഞാൻ ഇന്നവരെ കല്യാണം കഴിച്ചിട്ടില്ല, ഇന്നവരെ ഒരു പെൺകുട്ടിയോ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല, ഒരു ഷേക്ക് ഹാൻഡ് പോലും നേരെ കൊടുക്കാത്ത ഒരാൾ തന്നെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാനും. എനിക്ക് നിങ്ങളെക്കാളും പ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നവും എനിക്കറിയാം. അല്ലാതെ 21-ാം വയസ്സിൽ കല്യാണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ലൈംഗിക പാപങ്ങളൊക്കെ ഓവർകം ചെയ്യണമെന്ന് പ്രസംഗിക്കുന്ന കള്ളപ്രസംഗനല്ല. എനിക്ക് അടുത്ത ജനുവരിയിൽ 40 വയസ്സാവും. 40 വയസ്സായിട്ട് ഇന്നേ വരെ ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വേദനയും മനസ്സിലാകും, നിങ്ങളോട് നല്ലപോലെ പ്രത്യാശ പകർന്നു തരാനും കഴിയും. ഇതൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റും ക്രിസ്തുവിൽ. ഇതൊന്നും വലിയ കൊമ്പത്തെ പാപമൊന്നുമില്ല. നമുക്കിതൊക്കെ ജയിക്കാൻ പറ്റും. അപ്പോ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു എന്താണ് ലൈംഗിക പാപം. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, അതായത് ഈ സ്വന്തമായിട്ടിരുന്നുള്ള
ലൈംഗിക സുഖം തേടലായാലും സ്വവർഗരതിയായാലും, മൂന്നാമത്തേത് വ്യഭിചാരം. അതാണ് വിവാഹം കഴിക്കാത്ത ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെ? അതൊരു തൊടലാകാം, തലോടലാകാം, ചാറ്റിംഗ് ആകാം. അതെല്ലാം വിവാഹ ബന്ധത്തെ നമ്മൾ തുച്ഛീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വിവാഹം വളരെ വിശുദ്ധമായ ഒരു ബന്ധമാണ്. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോടോ പയ്യനോടോ നമ്മൾ ചെയ്യണം, നമ്മൾ പറയുന്നത് ആ വിവാഹമൊന്നും എനിക്കൊരു വലിയ വിഷയമൊന്നുമില്ല, അല്ലേ? ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയോട് നമുക്ക് പുല്ലുവല്ല എന്നാണത് കാണിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ വിവാഹത്തിന് ശേഷമേ പാടുള്ളൂ, അല്ലേ? അല്ലാതെ വഴി കൂടെ പോകുന്ന ഏവനെയും ഞാൻ ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തത്വത്തിൽ വേശിയായി, ചെറുക്കനാണേലും പെൺകുട്ടിയാണേലും, അല്ലേ? നമ്മൾ അങ്ങനെ ആകേണ്ട ഒരു യഹോവഭയത്തിൽ അതെല്ലാം വിട്ടുമാറേണ്ടതാണ്. ഇനി പറയുന്ന കാര്യത്തിലാണ് നമ്മൾ വചനം ധ്യാനിക്കാനാണ്. ഇത്രയൊക്കെ പറഞ്ഞ് ഈ പാപങ്ങളൊക്കെ വിടണം, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്നൊക്കെ പലരും പറയാറുണ്ട്. ഇന്ന് സ്കൂളിലും വന്ന് പഠിപ്പിക്കാറുണ്ട്, അല്ലേ? പിന്നെ കുറെ തത്വചിന്ത, കുറെ സൈക്കോളജി, കുറെ ബയോളജി, അല്ലേ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല രോഗങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലൈംഗിക അവയവങ്ങൾക്ക് ദോഷം വരും. ഇതൊന്നും പറഞ്ഞല്ല ബൈബിള് ഇതിൽ നിന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുന്നു. ബൈബിളില് ലൈംഗിക പാപങ്ങൾ വിട്ടുമാറുവാൻ ദൈവകേന്ദ്രീകൃതമായ പ്രചോദനമുണ്ട്. ദൈവം കാരണം നമ്മൾ ഈ പാപം വിടണം. അല്ലാതെ എനിക്ക് ഭാവിയിൽ കല്യാണം കഴിക്കണം, എനിക്ക് ഭാവിയിൽ ഒരു അസുഖവും വരരുത്, അല്ലെ, എയ്ഡ്സ് വരാതെ പോകണം, ഇതൊന്നും അല്ല നമ്മൾ ഇതൊക്കെ വിട്ടുമാറുന്നതിന്റെ കാരണം. അതൊക്കെ നിങ്ങളെ സ്കൂളിൽ വന്ന് വല്ല ഈ സാമൂഹിക നേതാക്കന്മാരോ, അല്ലെ, വല്ല അങ്ങനത്തെ ഒരു വല്ല ബോധവൽക്കരണ പരിപാടി എന്നും പറഞ്ഞ് നടത്തും. ഇന്ന് ഇപ്പൊ പിള്ളേരുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഡ്രഗ്സ് ഉണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ പിള്ളേർക്ക് സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കണം, അല്ലെ? അങ്ങനെ ഒരു സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് വചനത്തിൽ ഇതൊക്കെ പാപമായിട്ട് കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ എന്തോ പ്രചോദനം. അതിന് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 3 ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ദൈവത്തെ അറിയാമെങ്കിലേ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ അറിയാമെങ്കിൽ ഈ പറയുന്ന 3 പ്രചോദനങ്ങൾ ഏറ്റുവാങ്ങി, 3 എൻകറേജ്മെന്റ്സ്, മോട്ടിവേഷൻ പ്രാപിച്ച് നമുക്ക് ഈ പാപമൊക്കെ വിടാൻ പറ്റും. ഒന്നാമതായിട്ട് എല്ലാവരും ബൈബിൾ എടുത്ത് 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. 1 തെസ്സലോനിയർ 4-ാം അധ്യായം. ബൈബിള് മറച്ച് തിമോത്തിയോസ് എത്തി അതിന് തൊട്ട് മുമ്പ് 2 തെസ്സലോനിയർ, അതിന് തൊട്ട് മുമ്പ് 4-ാമത്തെ അധ്യായം 1 തെസ്സലോനിയർ. ഞാൻ അതിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പതുക്കെ വായിച്ച് നിങ്ങളോട് സംസാരിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എല്ലാവരും കേട്ടോ? ദൈവത്തിന്റെ ഇഷ്ടം, അതാണ് ദൈവഹിതം, അല്ലെ? വിൽ ഓഫ് ഗോഡ് എന്ന് നമ്മൾ പറയും. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. അല്ല നിങ്ങൾ കറയിൽ കിടക്കണമെന്നല്ല ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? പാപക്കറകളിൽ കിടക്കണമെന്നല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കുക. എന്ത് വിശുദ്ധീകരണമായി പറയുന്നത്? തൊട്ടടുത്ത് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. ദുർനടപ്പൊക്കെ പഴയ മലയാളം നമുക്കൊന്നും മനസ്സിലാകത്തില്ല, അല്ലേ? ഇത് ദുർനടപ്പ്, കാലി ഈ ഞൊണ്ടി പോകുന്നതാണ്, ഞൊണ്ടി നടക്കുന്ന ദുർനടപ്പ്, അതല്ല, തെറ്റായ നടപ്പ്, അല്ലെ? ഈ ദുർനടപ്പ് എന്ന് മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലൈംഗിക പാപത്തിനാണ്. വ്യഭിചാരം, ദുർനടപ്പൊക്കെ. അപ്പൊ കണ്ടോ, ശുദ്ധീകരണം പ്രാപിക്കണം, തൊട്ടടുത്ത് പറഞ്ഞിരിക്കുക ലൈംഗിക പാപം. അപ്പൊ കണ്ടോ, എത്ര പ്രമുഖമായ, പ്രാധാന്യമേറിയ, നിർണായകമായ ഒരു വിഷയമാണ്, അല്ലെ? നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. അടുത്തത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കേട്ടോ, ദൈവത്തെ അറിയാത്ത വ്യക്തികൾ എന്തോന്ന് ചെയ്തുകൊണ്ട് നടക്കും? കാമവികാരത്തിൽ പൂണ്ട് വിളയാടി നടക്കുമെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലോകം, അല്ലെ? ലോകം ഈ സെക്സ് എന്ന് പറഞ്ഞ പിന്നെ ചാവാൻ നടക്കുകയാണ്, അല്ലെ? എല്ലാ സിനിമയ്ക്കകത്തും എല്ലാ കോമഡി, അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അവരങ്ങ് ഇറങ്ങും. അവർക്ക് നേരത്തെ പറഞ്ഞ തീക്ഷ്ണതയൊക്കെ കൂടും, അല്ലെ? എന്തുകൊണ്ടാ? ദൈവത്തെ അറിയാത്ത മനുഷ്യൻ കാമവികാരത്തിലേ നടക്കത്തുള്ളൂ. എഴുതി വെച്ചോ, ഒരു അവിശ്വാസിയായ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെക്കുക, ഒരു ഡീസന്റ് ആന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ അവൻ കാമവികാരത്തിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ഞാൻ ഈ പറയുന്നത്. ചിലരൊക്കെ പറയും, അവൻ രക്ഷിക്കപ്പെടാത്തയാണെങ്കിൽ ഈസ് മൈ ബെസ്റ്റ്, ഭയങ്കര സഹായമാണ്, കമ്പൈൻ സ്റ്റഡിക്ക്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ ചിന്തിച്ചോണ്ടിരിക്കുക. അവൻ എത്രയോ അനുഭവങ്ങളുണ്ട് നമുക്ക്. ഇതൊന്നും പാലിക്കാതെ ഓരോ പെണ്ണുങ്ങൾ പോയി അടുത്തിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ തൊട്ടു, തീണ്ടി, പ്രശ്നമായി. ഇതിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ദൈവത്തെ അറിയാത്ത നിങ്ങളിവിടെ ഇരിക്കുന്നവർ എത്ര പേര് രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെയും കാര്യം ഇതൊക്കെ തന്നെ.
രക്ഷിക്കപ്പെടാത്ത ഒരു കുട്ടി, ഒരു പൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തി കാമവികാരത്തിൽ കിടക്കുക. അല്ലാതെ വേറെ വഴിയില്ല. കാമവികാരത്തെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തെ അറിയണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഈ പറഞ്ഞ പോലത്തെ ബോധവൽക്കരണ പരിപാടിയൊന്നും ഒരു ഗുണവുമില്ല. അതൊക്കെ കേട്ടേച്ച് പറയാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇന്നാലും ചെയ്യാം, ഒരു പരിധിവരെയൊക്കെ പാവം ചെയ്ത ഒരു കുഴപ്പമൊന്നുമില്ല, അല്ലേ? എത്രയോ സ്കൂളിൽ ചെന്നിട്ട് MDMA-ക്കെതിരെയും ഡ്രഗ്സിനെതിരെയും സംസാരിക്കാൻ എത്രയോ പിള്ളേർ, ഉടനെ പിള്ളേരെല്ലാം വലിക്കൽ നിർത്തും. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ബോക്സിൽ ഇതൊക്കെ വെച്ച് വലിച്ചോണ്ടിരിക്കുന്ന ടീമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഈ ചുമ്മാ അറിവൊന്നും കേട്ടിട്ട് കാര്യമില്ല. അറിവ് കിട്ടിയ പാപം മാറത്തില്ല. ചുമ്മാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ജ്ഞാനമൊന്നും വരാൻ പോകുന്നില്ല. ഹൃദയത്തിൽ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാത്ത ജാതികൾ കാമവികാരത്തിൽ ഇങ്ങനെ നടക്കണം. അങ്ങനെ നിങ്ങൾ നടക്കാതെ വിശുദ്ധിയിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. പാത്രം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭാര്യ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നിട്ട് 6ാമത്തെ വാക്യം, ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത്. ഇത് സഭയ്ക്കകത്താ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം നിങ്ങൾ ആരും ലൈംഗിക പാപം ചെയ്ത് ചതിക്കരുത്. ഇതൊക്കെ സഭയ്ക്കകത്ത് എഴുതി വിടണോ? സഭയെന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ കേന്ദ്രമല്ലേ? പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആരും ഭർത്താവ് അറിയാതെ വേറൊരുത്തന്റെ ഭാര്യയുടെ അടുത്ത് പോകരുത്, ഭാര്യ അറിയാതെ വേറൊരുത്തന്റെ ഭർത്താവിന്റെ അടുത്ത് പോകരുത്. അങ്ങനെ നിങ്ങൾ അന്യോന്യം ചതിക്കരുത്. കാരണം എന്താ? കാരണമാണ് പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ. അപ്പൊ അടിക്കടിക്ക് അപ്പോസ്തലൻ ഇത് സഭയോട് പ്രസംഗിക്കുന്ന ഒരു വിഷയം. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെ, ഏത് വക? ഇങ്ങനത്തെ ലൈംഗിക മ്ലേച്ഛതയ്ക്കൊക്കെ പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അയ്യോ, കേട്ടോ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ലൈംഗിക പാപം ചെയ്തവരൊന്നും നന്നായ ചരിത്രമില്ല. പ്രതികാരം ചെയ്യും കർത്താവ്. കാരണം ഈ വിവാഹം എന്ന് പറഞ്ഞ വ്യവസ്ഥ ആര് തുടങ്ങിയതാ? ഗവൺമെന്റ് തുടങ്ങിയതാണ്. സോഷ്യൽ കോൺസ്ട്രക്ട് എന്നൊക്കെ ഇന്ന് ചിലവന്മാർ പറയും. സാമൂഹികമായിട്ട് തുടങ്ങി വെച്ചതാണ് മനുഷ്യനൊന്നും തുടങ്ങിയതല്ല. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് മാരേജ്. അവിടെ നമ്മൾ കയറി വേലി ചാടി വേറൊരുത്തന്റെ ഭവനത്തിൽ പോയാൽ അടി കൊടുക്കുന്ന ആരായിരിക്കും? ഇത് തുടങ്ങിയ ദൈവം. നിങ്ങൾ ചെറുപ്രായക്കാരോട് അറിഞ്ഞൂടായിരിക്കും, പക്ഷേ ഈ വ്യവസ്ഥ തെറ്റിച്ചിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ട ചരിത്രം എനിക്കറിഞ്ഞൂടാ. പലരും വരും കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും പറഞ്ഞായിരുന്നു, ഭർത്താവിനെ ചതിച്ച ഒരു ഭാര്യ എൻ്റെ അടുത്ത് വന്നിരിക്കും. വിശ്വാസിയാണ്, മറ്റതാണ് മറിച്ചൊക്കെ ആണെങ്കിലും 3 വർഷം എടുത്തു മനസാക്ഷിയിലെ കൊത്തു മാറാൻ. പാവം ചെയ്യുന്നതിന് ഇപ്പൊ ഭയങ്കര സുഖമായിരുന്നു. മറ്റവൻ ബെസ്റ്റിയാണ്, ക്യൂട്ടാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പാവം ചെയ്തു കഴിഞ്ഞപ്പം അയ്യോ എന്തൊരു മനസാക്ഷി വേദന. ആത്മഹത്യ ചെയ്താൽ മതി എനിക്ക്. ഭയങ്കര സുഖം തേടി പോയതാണല്ലോ. ഇപ്പം ആത്മഹത്യ ചെയ്താമെന്ന് പറയുന്നത് എന്താ? പാപം ചതിച്ചു. ഫ്രണ്ട് ഡോറിൽ എഴുതി വെച്ചിരിക്കുക പ്ലഷർ. അത് കയറി കഴിഞ്ഞപ്പോഴാ ബാക്കി കൂടെ ഒരു ഡോറ് കൂടെ പുറത്തിറക്കി വിട്ടു. ബാക്ക് ഡോറിൽ എഴുതി വെച്ചിരിക്കുക പെയിൻ. അല്ലെ? പാവം പറ്റിച്ചു. ഈ പറഞ്ഞ പോലെ വലിയ അങ്ങ് 3-ാം സ്വർഗത്തിലൊന്നും പോയില്ല. പാപം പറ്റിച്ചു. അങ്ങനെ പാപമൊക്കെ ചെയ്ത് പൊളിഞ്ഞു തകർന്നിരിക്കുമ്പോൾ കർത്താവ് പറയാ, ഇനി ഞാൻ പ്രതികാരവും കൂടെ ചെയ്യാം, ഞാൻ തിരിച്ചൊരു അടിയും കൂടെ തരാം. കണ്ടോ? അപ്പൊ നമ്മൾ ചിലർ പറയാം, അയാളൊന്നും അറിയാവൊന്നും പോകുന്നില്ല, നമുക്ക് പാപം ചെയ്യാം, അല്ലെ? ആ ഭർത്താവൊന്നും അറിയത്തൊന്നുമില്ല, നമുക്ക് പാപം ചെയ്യാം. ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയും, ദൈവം പ്രതികാരം ചെയ്യും. ഇത് മൂടി വെക്കാനൊന്നും പറ്റത്തില്ല. അതെല്ലാ പാപത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ദൈവം പ്രതികാരം ചെയ്യും. അതുകൊണ്ട് അന്യോന്യം ചതിക്കരുത്. അല്ലാതെ അവന്റെ ഭാര്യ അവന്റെ ഭർത്താവോ ഒന്നും നമുക്ക് പ്രതികാരം തരുമെന്നോ അല്ലെങ്കിൽ അവന്റെ അപ്പനോ അമ്മയോ ഒന്നും നമ്മളോട് പ്രതികാരം ചെയ്യുമെന്നല്ല ഇവിടെ പറഞ്ഞത്. ദൈവം പ്രതികാരം ചെയ്യുമെന്ന്. എത്ര പേർക്ക് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പോണം? നമ്മളെങ്ങനെ വിചാരിച്ച വല്ലതും നടക്കും ദൈവത്തിനെതിരെ? ഇപ്പൊ ഞാനും ആ പറമ്പിന്റെ അവിടെങ്ങാണ്ട് ഒരു ഉറുമ്പും കൂടെ യുദ്ധം ചെയ്യാൻ പോകും. ആര് ജയിക്കും? ഉറുമ്പ് ജയിക്കും, അല്ലേ? അതുപോലും അല്ല, അതുപോലും ആ താരതമ്യം ആയില്ല. ദൈവവും ഒരു മനുഷ്യനും കൂടെ യുദ്ധം ചെയ്യാൻ പോയാ എപ്പോ തട്ടിപ്പോയെന്ന് വെച്ചാൽ മതി, അല്ലെ? എന്ന് പറഞ്ഞ പോലെ മൂടത്തരമാണ്. ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്, ബാ പ്രതികാരം ചെയ്യാൻ ബാ. അങ്ങനെ പ്രതികാരം ദൈവം ചെയ്യും. അതുകൊണ്ട് ലൈംഗിക പാപങ്ങളോ ആകും വലിയ കുഴപ്പമൊന്നും. നല്ല സുഖമല്ലേ, ഇക്കിളിയല്ലേ? അല്ലല്ലല്ല, ഇക്കിളിയുടെയൊക്കെ അപ്പുറത്ത് ദൈവം വാള് പിടിച്ചു നിൽപ്പുണ്ട്. പ്രതികാരം ചെയ്യും ദൈവം. അപ്പൊ ഒന്നാമതായിട്ടുള്ള ദൈവ കേന്ദ്രീകൃതമായ പ്രചോദനം എന്താണ്? ലൈംഗിക പാപങ്ങൾ വിടാൻ ദൈവഭയം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് എന്താ ദൈവഭയം? പാപത്തിന് അനന്തര ഫലങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തെ ഭയപ്പെടണം.
ദൈവത്തിന്റെ വ്യവസ്ഥകൾ തെറ്റിച്ച അടി ഉറപ്പായിട്ട് ദൈവം തരും എന്ന് വിശ്വസിക്കണം. അവിടെ ഒരു ദാക്ഷിണ്യവും ദൈവം കാണിക്കത്തില്ല, ഒരു മുഖപക്ഷവും ദൈവം കാണിക്കത്തില്ല. അടി ഉറപ്പ്. ആരാ അടി തരുന്നത്? എല്ലാം നിങ്ങളെ കുറിച്ചുള്ള എല്ലാ അടിമുടി അറിയാം. ഒരു രീതിയിലും നിങ്ങൾക്ക് വഞ്ചിക്കാൻ പറ്റത്തില്ല, മുഖം മൂടി ധരിക്കാൻ പറ്റൂല, അല്ലെ? എക്സ്റേ പോലെ നിങ്ങളുടെ എല്ലാം അറിയാം, നിങ്ങളുടെ ഉള്ളിലോ ഇരിപ്പുള്ള എല്ലാം അറിയാം. അങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് അടി വാങ്ങിച്ച് പിടിക്കണോ? അപ്പൊ എത്ര വിശുദ്ധരായിരിക്കണം നമ്മള്, അല്ലെ? അപ്പൊ ദൈവത്തെ അറിയണം, ദൈവത്തെ ഭയപ്പെടണം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ. എന്ത് തുച്ഛീകരിക്കുന്നവൻ? ഈ ആജ്ഞ. ഇന്നിപ്പോ കേൾക്കുന്ന ഈ പ്രസംഗം, ഇയാൾ എന്തോന്നില്ല എന്തൊക്കെയാ പറയുന്നു, അല്ലേ? ഞാൻ വീട്ടിൽ പോയി വീണ്ടും ലൈംഗിക ഭാവമൊക്കെ ചെയ്യും, വീണ്ടും ഞാൻ ആ വെബ്സൈറ്റിൽ കയറും, വീണ്ടും ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പ് വരിക്കും എന്ന് പറയുന്നവന്മാരെല്ലാം എന്നെ അല്ല തുച്ഛീകരിക്കുന്നത്. ഇത് എഴുതിയ പൗലോസിനെ അല്ല, നിങ്ങളുടെ അപ്പനെ അമ്മയെ അല്ല. പിന്നെ ആരെയാ തുച്ഛീകരിക്കുന്നേ? മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അയ്യോ, ദൈവത്തെ പുച്ഛിച്ചു, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊന്നും വില കൊടുത്തില്ല, ഇനിയിപ്പോ ദൈവം പ്രതികാരം ചെയ്യും. അപ്പൊ പിന്നെ അല്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലർ പറയും മറ്റവൻ എനിക്ക് വലിയ ഫ്രണ്ട് അല്ല, അവൻ ഭയങ്കര ശത്രുവാണ്. ദൈവം അങ്ങനെ ആയ അങ്ങനെ ഇരിക്കും, അല്ലേ? ചിലർ നമ്മളൊക്കെ ചിലപ്പോൾ പറയില്ല, അവൾ വേണ്ട, അവൾ എന്നോട് വലിയ ദൈവമൊന്നും കാണിക്കാത്ത, അവളോട് കൂട്ടുകൂടണ്ട, അല്ലെ? ചിലർക്കൊന്നും നമ്മളോട് സ്നേഹമില്ലല്ലോ സ്കൂളിൽ. എല്ലാവർക്കും ഒന്ന് സ്നേഹമാണോ നമ്മളോടൊക്കെ? അല്ല, നമ്മളോട് ചേർന്ന ചിലരുണ്ട്, ചിലർ നമ്മളെ തഴയുന്ന ചിലരുണ്ട്. ദൈവം അവരുടെ കൂടെ പോയി എങ്ങനെ ഇരിക്കും? നമ്മളെ തഴയുകയും നമ്മളെ വെറുക്കുകയും നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലായ, അതാണ് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നത്. കാരണം എന്താ? ലൈംഗിക ഭാവം. അപ്പൊ ദൈവകേന്ദ്രീകൃതമായ ഒന്നാമത്തെ പ്രചോദനം, ദൈവത്തെ ഭയപ്പെടണം. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. ഇനി നമുക്ക് പതുക്കെ ഇടത്തോട്ട് തിരിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് കിടക്കാം. ലൈംഗിക ഭാവം എന്തിനു വിടണം? രണ്ടാമത്തെ ദൈവകേന്ദ്രീകൃതമായ പ്രചോദനം 1 കൊരിന്ത്യർ 6-15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഓരോ വാക്യങ്ങളായിട്ട് ഞാൻ തന്നെ വായിക്കാം. 1 കൊരിന്ത്യർ 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ വചനം പറയുന്നത് നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. കർത്താവ് ശരീരം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവജനം. അപ്പോൾ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഓരോ അവയവങ്ങളെന്നാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്. അപ്പൊ ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി ഒരു വേഷം എടുത്തിരുന്ന, അല്ലെ? ഇപ്പൊ നമ്മള് ഈ ആലയം ഞായറാഴ്ച തോറും നമ്മൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഇവിടെ ഒരു വേശ്യാലയം നടത്തിയാലും, ഒരു ബ്രോതൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. രാത്രി ഇവിടെ വന്ന ലൈംഗിക പാപങ്ങൾ ചെയ്യാനുള്ളൊരു സ്ഥലമാക്കി നോക്കുക. കുറച്ച് വേശ്യകളൊക്കെ നിർത്തി. വേശ്യ എന്ന് പറഞ്ഞ വാക്കറിയാം എല്ലാവർക്കും. പ്രോസ്റ്റിറ്റ്യൂട്ട്, ലൈംഗിക പാപം ചെയ്ത് നടക്കുന്നവർ. ഈ ആലയം നമ്മൾ അങ്ങനെ ചെയ്യൂ? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വീട്ടില് ഒറ്റയ്ക്ക് കമ്പ്യൂട്ടറിൽ മുമ്പിൽ ഇരിക്കുമല്ലോ, അതുപോലെ ഇവിടെ വന്നിരിക്കുമോ? ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ മറ്റേ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമോ? ഇല്ല. ഇതെന്താ? ഇത് വിശുദ്ധ ആലയം അല്ലേ? ഇവിടെ ആരാധനയും പാട്ടും മാത്രമേ കാണുള്ളൂ, അല്ലെ? ഇവിടെ ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സിനിമ കാണോ ഫോണില്? ഇല്ല. അയ്യോ, ഇവിടെ വിശുദ്ധി. നിങ്ങളുടെ ശരീരം അതുപോലെ വിശുദ്ധമാണെന്നാ പറഞ്ഞത്, അല്ലെ? ഇതൊരു ആലയമായത്. ഇതിന് താഴോട്ട് പറയുന്നത് ഇതൊരു വിശുദ്ധ മന്ദിരമാണ് എന്റെ ശരീരം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ മന്ദിരമാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എന്റെ കൈ പോയി പാപം ചെയ്യട്ടെ, എന്റെ കണ്ണ് പോയി പാപം ചെയ്യട്ടെ, എന്റെ ലൈംഗിക അവയവങ്ങൾ പോയി പാപം ചെയ്യട്ടെ. നമ്മൾ എന്തോ ചെയ്യുന്നത്? കർത്താവിന്റെ വിശുദ്ധ മന്ദിരം എടുത്ത് വേശ്യാലയമാക്കി, അല്ലേ? ഇപ്പൊ നമ്മളിവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ ആരാധനയൊന്നും നടക്കാറില്ലല്ലോ. തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്കിവിടെ അറിഞ്ഞൂടാ. ഇവിടെ മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. തിങ്കൾ മുതൽ വെള്ളി നമ്മളിവിടെ ഏപ്പടം കാണിക്കുന്ന ഒരു തിയേറ്റർ ആക്കാൻ പോവാ. തിങ്കൾ മുതൽ വെള്ളി വരെ. എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാം പിള്ളേരെ സ്കൂളിലൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വരണേ. ഇവിടെ നമ്മൾ ചെയ്യോ? ഇല്ല. അയ്യോ, ഇത് വിശുദ്ധ മന്ദിരം. നിങ്ങളുടെ ശരീരമോ?
ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആക്ച്വലി ഈ സൺഡേ തോറും വരുന്ന ബിൽഡിംഗ് വിശുദ്ധ മന്ദിരമാണെന്ന് ഒരൊറ്റ വാക്യമില്ല. അത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഈ വരുന്ന കെട്ടിടം വിശുദ്ധ മന്ദിരം ഏതാ? ഞാനാ, നിങ്ങളാ. വിശുദ്ധ ജനമാണ് വിശുദ്ധ മന്ദിരം. അപ്പൊ നമ്മുടെ കയ്യും കാലും ഒക്കെ ഈ ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. പക്ഷെ ഇന്ന് പല സഭകളിലും കയ്യും കാലും കണ്ണും വായും മൂക്കും ഒന്നും കുഴപ്പമില്ല, ഇവിടെ ആണ് ഏറ്റവും, അല്ലേ? ഇവിടെ ചെരുപ്പിട്ട് കയറരുത്, ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അല്ലേ? നമുക്ക് ഈ മന്ദിരമാണല്ല. അതവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിശുദ്ധ മന്ദിരമാണ്, നിങ്ങൾ ശരീരമാവും, നിങ്ങൾ വേശ്യരെടുത്ത് പോകുന്നത് എങ്ങനെ, അല്ലേ? അതിന്റെ 18-ാമത്തെ വാക്യം, ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അതായത് ലൈംഗിക പാപങ്ങൾ വിട്ട് ഓടുവിൻ. എല്ലാവരും കേട്ടോ? അതിന്റെ 7 അയലത്ത് നിൽക്കരുത്, ഓടണം. യോസേഫിനെ പോലെ ഓടണം. നിങ്ങൾക്കതറിയാമോ? സാത്താനെ കുറിച്ച് എന്തോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് യാക്കോബിന്റെ ലേഖനം ഒരു മിനിറ്റ് ഒന്ന് തിരുമിച്ച് ഇവിടെ ഒരു കൈ വെച്ച് ആരെങ്കിലും ഒരാൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് അതിന്റെ 7-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. യാക്കോബ് 4:7. ദൈവത്തിന് കീഴ്പ്പെട്ടിരിപ്പിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ആരെ വിട്ട് ഓടിപ്പോകും? പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. ഇപ്പോൾ 1 കൊരിന്ത്യർ 6 ആരെ വിട്ട് ഓടിപ്പോകണം? 1 കൊരിന്ത്യർ 6 ആരെ വിട്ട് ഓടിപ്പോകണം? ദുർനടപ്പ് വിട്ട് നമ്മൾ ഓടിപ്പോകണം, അല്ലേ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നമ്മൾ കർത്താവിൽ സ്ട്രോങ് ആയിട്ട് ഇരുന്ന പിശാച് ഓടിപ്പോകുന്നു. അപ്പൊ ആരാ വലുത്? പിശാചിനേക്കാളും വലുത് നമ്മളാണ്. പക്ഷെ ദുർനടപ്പ് വന്നപ്പോ നമ്മൾ ഓടിപ്പോകണം. അപ്പൊ ആരാ വലുത്? നമുക്ക് ദുർനടപ്പിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. പിശാചിനേക്കാളും ഭയങ്കരമാ ഇത്, അല്ലെ? പിശാച് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നാ പിശാച് കാണാൻ പോയി, അല്ലെ? നിങ്ങൾ ദൈവത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ പിശാച് കാണാൻ ഓടിപ്പോകും. ലൈംഗിക ഭാവം വരുമ്പോ ലൈംഗിക ഭാവം എന്ന് പറഞ്ഞാൽ പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലേ? ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ അശ്ലീല പടം ഇട്ടിട്ട് അവിടെ തുണി അഴിച്ചു തുടങ്ങി, ഇങ്ങനെ നിൽക്കുക, പോന്ന് പറഞ്ഞ അവിടെ നിൽക്കത്തേ ഉള്ളൂ, മുഴുവൻ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കും, അല്ലെ? കാത്തിരിക്കുകയാണെങ്കിൽ നഗ്നത വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ, ഓടണം, അല്ലെ? യോസേഫ് അവിടെ നിന്നിട്ട് പോത്തിഫറോ എന്റെ ഭാര്യ എന്നാണ് പറഞ്ഞത്, ഓടി. അപ്പൊ നമ്മള് പിശാചിനേക്കാളും ഗൗരവത്തിൽ എടുക്കേണ്ട ഏതാണ്? ലൈംഗിക ഭാവങ്ങൾ. നമ്മൾ അങ്ങനെയാണോ? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ പിശാച് വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്? അവനെന്തോ പോടാന്ന് പറഞ്ഞാൽ പോകും, അല്ലേ? അതോ നിങ്ങൾക്ക് പേടിയായി ഉപവസിക്കണം, പാസ്റ്ററോടെ വരണം എന്നാവൂ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കിടപ്പുമുറി പിശാച് വരിക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പേടിയാവും? എത്ര പേർക്ക് ഉപവസിക്കേണ്ടി വരും? എന്നാ പറയുകയാണ്, നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈംഗിക പ്രലോഭനം വരും. അതെന്തോ വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെ? ഇതാണ് നമ്മുടെ മനോഭാവത്തിലുള്ള വ്യത്യാസം. ഇവിടെ പറഞ്ഞ ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അപ്പൊ അത് വലിയ വിഷയമാണ്. ഇതാണ് ഈ ലൈംഗിക ഭാവങ്ങളിൽ പലരും വീഴുന്നതിന്റെ കാരണം. അത് വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. അതെന്തോ എല്ലാരും ചെയ്യുന്നതല്ലേ, അല്ലെ? പണ്ടൊരിക്കൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ടോ, നമ്മളെല്ലാം വീഴും മക്കളെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ, കല്യാണം കഴിയുമ്പോൾ മാറുമെന്ന്. എവിടുത്തെ പാസ്റ്റർ? അപ്പൊ അവന്റെ കാര്യം എനിക്ക് വ്യക്തമായി. അയാൾ പാപം ചെയ്ത് വിവാഹം കഴിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതിന്റെ മേലെ ജയം പ്രാപിക്കാത്തവരൊന്നും വിവാഹം കഴിച്ചിട്ടും ജയം പ്രാപിച്ച ഒരു ചരിത്രവും എനിക്കറിയില്ല. കാരണം എന്റെ എല്ലാ സുഹൃത്തുക്കളും, അതിന് താഴെയുള്ള പ്രായക്കാർ സുഹൃത്തുക്കളും എല്ലാം കല്യാണം കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോഴും ലൈംഗിക ഭാവത്തിലാണ്. അപ്പൊ നിങ്ങൾ ചിലരൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാൻ ആ ഭർത്താവിനെ മാത്രം സ്നേഹിക്കുള്ള, ഭാര്യയെ മാത്രം. അല്ലല്ല, ഇന്ന് പരിശീലിക്കാത്തവൻ അന്നും ഈ പാപം തുടരും. ഈ കണ്ണൊന്നും കൺട്രോൾ ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? അതും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഒന്നും നിങ്ങൾ സിനിമ കാണുന്ന പോലത്തെ ഒന്നും ആയിരിക്കത്തില്ല. ഒരു സാധാരണ ഭാര്യയായിരിക്കും, ഒരു സാധാരണ ഭർത്താവായിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്വപ്നം കാണുന്നവൻ 6 പാക്കും ഒക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുകയായിരിക്കും, അല്ലെ? അല്ലാതെ ഏറ്റവും ഗ്ലാമർ ഉള്ളവരെ മാത്രമാണോ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നത്? നിങ്ങളെയൊക്കെ വിചാരം അതായിരിക്കും. ഇല്ല. ചുറ്റോട്ടുള്ള കല്യാണങ്ങളൊക്കെ നോക്കി അറിയാം, അങ്ങനെ ലോകോത്തര സുന്ദരന്മാരെയൊന്നും അല്ല കല്യാണം കഴിക്കുന്നത്, അല്ലേ? നിങ്ങളോടും ലോകോത്തര സുന്ദരിമാരെ ഒന്നും സ്വപ്നം കാണേണ്ട, അവരെയൊന്നും അല്ല കല്യാണം കഴിക്കാൻ പോകും, അല്ലെ? നമ്മൾ സാധാരണ ലെവലിലുള്ളതായിരിക്കും. അപ്പൊ ഈ പാപമൊക്കെ ഭർത്താവ് വന്നു കഴിയുമ്പോൾ അങ്ങ് നിൽക്കും, ഭാര്യ വന്നു കഴിയുമ്പോൾ അങ്ങ് നിൽക്കും എന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇപ്പോ നിങ്ങൾ ഈ യൗവന പ്രായത്തിൽ ഇതിന്റെ മേൽ ജയം പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ പോക്ക.
ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ കൗൺസിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരാഴ്ച ഒരു പയ്യൻ എൻ്റെ അടുക്ക വന്നു എനിക്ക് ഈ ഇന്റർനെറ്റ് പോണോഗ്രഫി വളരെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. അടുത്ത ആഴ്ചയായപ്പോ ഒരാൾ വന്നു, അവന്റെ അപ്പൻ 10-60, അവൻ അങ്ങേരും വന്നിട്ട് പറയാം, മോനെ എന്നെ ഒന്ന് സഹായിക്കാം, എനിക്കും ഇന്റർനെറ്റ് പോണിന്റെ പ്രശ്നമുണ്ട്. ഈ അപ്പനും മോനും അറിഞ്ഞൂടാ അവരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പനും മോനും കൂടെ കമ്പ്യൂട്ടർ തകർക്കുകയായിരിക്കും അല്ലെ. വീട്ടില് ഒരുത്തും കയറിയിട്ടിറങ്ങുന്നു, അടുത്തവൻ കയറുന്നു അല്ലേ. അപ്പന്റെ വിചാരം ആരെങ്കിലും ഹിസ്റ്ററി വല്ലതും പൊക്കി നോക്കിയാൽ മോന്റെ തലയിലായിക്കോളുമല്ലോ, ആരും എന്നെ സംശയിക്കത്തില്ലല്ലോ. അങ്ങനത്തെ അപ്പന്മാരും ഉണ്ട്. നിങ്ങളൊന്നും ചിന്തിക്കരുത് 50 വയസ്സായവർക്കും 60 വയസ്സായവർക്കും ഒന്നും ഈ കുഴപ്പമില്ലെന്ന്. ഇപ്പോ പഠിച്ചോണം, ഇല്ലേ നീയൊക്കെ ആ 50 വയസ്സുകാരനെ പോലത്തെ അപ്പൂപ്പനാവും. അപ്പോഴും ഇതൊക്കെ തന്നെ പ്രശ്നം. ഇത് കളിയല്ല കേട്ടോ, ഇത് വളരെ ഗൗരവത്തോടെടുക്കണം. പിശാചിനെക്കാളും ഗൗരവത്തോടെടുക്കണം. വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന 18-ാം വാക്യം, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരീരത്തിന് വിരോധമായി. ദൈവം സൃഷ്ടിച്ചത് ഇതിനൊന്നുമല്ല. ദൈവം സൃഷ്ടിച്ച ലൈംഗികത വിവാഹത്തിനകത്തുള്ള ലൈംഗികതയാണ്. ഈ ലൈംഗിക പാപങ്ങൾ എപ്പോഴും നമ്മളെ ശരീരത്തെ ചൂഷണം ചെയ്യുകയാണ്, അബ്യൂസ് ചെയ്യുകയാണ്, പീഡിപ്പിക്കുകയാണ് ശരീരത്തെ. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ശരീരം ദൈവം സൃഷ്ടിക്കും. കൈയും ഈ നമ്മുടെ ലൈംഗിക അവയവങ്ങളൊന്നും ഇതിനൊന്നും അല്ല സൃഷ്ടിച്ചത് ദൈവം. നമ്മൾ ചൂഷണം ചെയ്ത് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യരുത്, ശരീരത്തിനെതിരെയാണ്. അവിടാണ് ശരീരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കാൻ വില കൊടുത്തു ദൈവം. എന്തോ വില? ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. അങ്ങനെ സ്വന്തം ജീവൻ ത്യാഗം വെച്ച് വിലക്കെടുത്ത ശരീരങ്ങളാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മന്ദിരമായിട്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എന്റെ ഈ ശരീരം കൊണ്ട് എനിക്ക് ലൈംഗിക പാപം ചെയ്യാൻ ഒരധികാരവും ഇല്ല. ഇത് രക്തം ചൊരിഞ്ഞ് കർത്താവ് വീണ്ടെടുത്തതാണ് അല്ലേ. കർത്താവ് ഇത്ര കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച ശരീരം വീണ്ടും കൊണ്ടുപോയി നമ്മൾ ലൈംഗിക പാപത്തിന് കൊടുക്കുകയാണ്. കർത്താവിന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് അല്ലേ. നമ്മൾ ഈ യേശുവിന്റെ സിനിമയൊക്കെ കാണുമ്പോൾ അവര് തുപ്പി മുഖത്ത് നോക്കി നമ്മളിപ്പോ ഇരുന്ന് കരയും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് മൊബൈൽ ഫോൺ എടുത്ത് ലൈംഗിക പാപം ചെയ്യും. നമ്മളും തുപ്പി. നമ്മൾ അന്ന് തുപ്പിയില്ലെന്നുള്ളൂ, ഇപ്പൊ തുപ്പിക്കൊണ്ടിരിക്കുക എന്നും അല്ലേ. കർത്താവിന് ഒരു വിലയും കൊടുക്കുന്നില്ല. അവൻ രക്തം ചൊരിഞ്ഞ് നമ്മുടെ ശരീരം നേടിയെടുത്തു. അത് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ 20-ാം വാക്യം, അതാണ് ഏറ്റവും കാതലായ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എങ്ങനെ? ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വീകരിക്കുന്നത്? ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇന്നിപ്പോ ഞാൻ ഇതൊന്നും പറയാതെ ആദ്യമേ കയറി എല്ലാവരും ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചിന്തിക്കും? കൊണ്ട് പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, കൈയടിക്കണം അല്ലേ, സഭയിൽ നടന്നു വരണം. ഇതൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൈയടിക്കുക, പാട്ട് പാടുക, അതരങ്ങളെ ചലിപ്പിക്കുക ഒന്നുമല്ല. ശരീരം കൊണ്ട് ദൈവത്തെ എങ്ങനെ മഹത്വീകരിക്കണ്ടേ? ഒന്നാമത് ലൈംഗിക പാപം വിട്ട് ഓടണം. അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെയൊക്കെ ശരീരം എന്തെങ്കിലും ലൈംഗിക പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? കണ്ണ്, കയ്യ്, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ലൈംഗിക പാപങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ രക്തത്തിന് നിങ്ങൾക്ക് പുല്ല് വില. പച്ച മലയാളത്തിൽ കർത്താവിന്റെ രക്തമൊന്നും നിങ്ങൾക്ക് ഒരു വിലയില്ല അല്ലേ. കർത്താവിന്റെ രക്തത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും ഈ ശരീരം അശുദ്ധമായ ഒന്നിനും കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അതാണ് രണ്ടാമത്തെ ദൈവകേന്ദ്രീകൃതമായ പ്രചോദനം. ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം, രണ്ടാമത് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം. എന്താ മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ മഹത്വം? ഗ്ലോറി. ഇതൊക്കെ ചുമ്മാ ആരാധനയ്ക്ക് ആളിലൊക്കെ വിളിച്ചു പോകുന്ന ഓരോ വാക്കുകൾ അല്ലേ. ഗ്ലോറി. പ്രാർത്ഥിക്കുമ്പോൾ ചില അമ്മച്ചിമാര് ഗ്ലോറി ഗ്ലോറി എന്ന് പറയും. അവരുടെ മോളുടെ പേരായിരിക്കും ഗ്ലോറി ഗ്ലോറി അല്ലേ. അതാണ് അതിന്റെ അർത്ഥം. എന്താ ഗ്ലോറി? ദൈവ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോ ചില ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, അയാൾക്ക് നല്ല വെയിറ്റ് ആണ് അല്ലെ, ഒരു ഘനമേറിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി വന്നു,
അതായത് അയാളെ കാണുമ്പോൾ ബഹുമാനിക്കാൻ തോന്നും, അല്ലെ? അയാൾക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു നല്ല നമുക്ക് വില കൽപ്പിക്കാൻ തോന്നുന്ന ഒരു ഘനമേറിയ വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നും. ഈ മഹത്വം എന്നുള്ള വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം അതാണ്, ഘനം, വെയിറ്റ്, അല്ലെ? അതായത് വേറൊരു വാക്കി പറഞ്ഞാല് ആരാധിക്കുവാൻ യോഗ്യതയുള്ളവനാണ് ദൈവം. ചുമ്മാ ദൈവം വന്നിട്ട് എന്നെ ആരാധിക്കുന്നത് ചുമ്മാ പറയല്ല. ആരാധിക്കുവാൻ അർഹനായവനായതുകൊണ്ട്, ഏറ്റവും വലിയവനും ഏറ്റവും ഭയങ്കരനും ഏറ്റവും വിശുദ്ധനും ഏറ്റവും സ്നേഹമുള്ളവനും ഒക്കെ ആയതുകൊണ്ട്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയതുകൊണ്ട്, ഏറ്റവും വലിയവനായതുകൊണ്ട് ദൈവം പറയണ എന്നെ ആരാധിക്കണം. ആ വലിയവനാണെന്ന് നമ്മൾ പറയത്തില്ലേ? ദൈവത്തിന്റെ ആ അർഹത, ദൈവത്തിന്റെ ആ ഘനം, അതാണ് മഹത്വം. ഇനി മഹത്വീകരിക്കുക എന്തുവാ? നമ്മൾ ദൈവത്തെ വലിയവനാക്കണം എന്നാണോ? നമ്മളാണ് ദൈവത്തെ വലിയതാക്കുന്നത്, പിന്നെ നമ്മളാരായി? നമ്മൾ ദൈവത്തെക്കാളും വലിയവനായല്ലോ. അപ്പം അല്ലേ? ദൈവത്തെ വലിയവനാക്കുക എന്നല്ല മഹത്വീകരിക്കുക എന്ന് പറഞ്ഞു. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളൊക്കെ ലാബിൽ കണ്ടിട്ടില്ലേ ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കുറെ പേരുണ്ടല്ലോ ബയോളജി ലാബിലും ഒക്കെ. മൈക്രോസ്കോപ്പ് എന്താ? മൈക്രോസ്കോപ്പ് കുഞ്ഞു ഉറുമ്പിനെയൊക്കെ നമുക്ക് വലുതാക്കി കാണാം. അതാണോ മഹത്വീകരിക്കുക? ആർക്കും ചെറിയൊരു ദൈവം ഇങ്ങനെ മൈക്രോസ്കോപ്പിനകത്താക്കിയപ്പോ ഒയ്യോ പെരുത്ത് വരുന്നുണ്ട് കേട്ടോ, ആന പോലെ ഇരിപ്പുണ്ട്. അതാണോ മഹത്വീകരണം? മൈക്രോസ്കോപ്പ് അല്ല. ടെലിസ്കോപ്പ് എന്തുവാ? ദൂരെ വലിയ ഒരു 3-4 ഭൂമി എടുത്ത് ആ നക്ഷത്രത്തിനകത്തിടായിരിക്കും. പക്ഷെ ഇതിനകത്തൂടെ നോക്കുമ്പോൾ കണ്ട ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ആ ടെലിസ്കോപ്പിനെ പോലാണ് മഹത്വീകരിക്കേണ്ടത്, അല്ലേ? ദൈവത്തെ നമ്മൾ വലുതാക്കല്ല, ദൈവത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് അവനോട് പറയുകയാണ്, ദൈവമേ നീ വലിയവനാണെന്ന് തിരിച്ചറിയുന്നു. ഉണ്ടോ? ഇനി ഈ ശരീരം കൊണ്ട് ലൈംഗിക പാപം ഒഴിവാക്കി എങ്ങനെ മഹത്വീകരിക്കുന്നത്? മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയാം. ഈ ശരീരം കൊണ്ട് എങ്ങനെ മഹത്വീകരിക്കുന്നത്? ദൈവത്തിന്റെ വലിപ്പം. ഇവിടെ എന്തുവാ വലിപ്പം? ഈ പറഞ്ഞതിനകത്ത് നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. ക്രൂശിലൊരു മഹത്വമുണ്ട്, അല്ലെ? ആ മഹത്വം തിരിച്ചറിയണം. ആരും നമ്മളെ വില കൽപ്പിക്കാതെ നമ്മളെ വെറുതെ ഇട്ടിരുന്നപ്പം, അല്ലെ? ദൈവം ഇപ്പൊ കടന്നു വന്ന് ക്രൂശി മരിക്കാതിരുന്ന നമ്മളൊക്കെ നരകത്തിൽ പോയതിന് ഉറപ്പാണ്. ഞാനും പോയതിന്, നിങ്ങളും പോയതിന്, എല്ലാരും പോകും. ഇവിടെ രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷപ്പെട്ടു, അതിന് ഇല്ലെങ്കിൽ നരകത്തിൽ പോകും, ഉറപ്പാണ് നരകത്തിൽ പോകും. അങ്ങനെയുള്ള നമ്മെ രക്ഷിക്കുവാൻ അവൻ തന്നെ കടന്നു വന്ന് നമ്മുടെ എല്ലാ ഈ ലൈംഗിക പാപങ്ങൾക്കും ഉള്ള അടി അവൻ കൊണ്ടു, അല്ലേ? നിങ്ങളത് ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെയൊക്കെ ലൈംഗിക പാപങ്ങൾ നിമിത്തം എന്താ നിങ്ങൾ അങ്ങ് നശിച്ചു പോകാത്ത, ദൈവക്രോധം വന്ന് അങ്ങ് കത്തിപ്പോകാത്ത എന്താ? യേശു ക്രൂശിൽ അതിനുള്ള അടിയൊക്കെ കൊണ്ടു. അങ്ങനെ രക്തം ചൊരിഞ്ഞാണ് നമ്മളെ അവൻ നേടിയത്. ആ മഹത്വം, അവന്റെ ആ ത്യാഗസമ്പൂർണമായ സ്നേഹത്തിന്റെ വലിപ്പം ടെലിസ്കോപ്പിൽ കൂടെ കണ്ടിട്ട് അതിനനുയോജ്യമായ ഒരു പെരുമാറ്റം എന്റെ ശരീരത്തിൽ നിന്ന് വരണം. അതാണ് ശരീരങ്ങളെ കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വീകരിക്കണം, ദുർനടപ്പ് വിട്ടൊഴിയണം, ലൈംഗിക പാപങ്ങൾ വിട്ടൊഴിയണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ അങ്ങ് കാടുകേറി ഈ ചേട്ടൻ എന്തൊക്കെയോ തത്വചിന്ത പറഞ്ഞു പോകാൻ തോന്നുന്നുണ്ടോ? അല്ലേ? ഇതിനകത്ത് ദൈവം ആണ് ഇതിനകത്തെ കേന്ദ്രമായ വിഷയം. അതുകൊണ്ടാണ് പലതും പറയേണ്ടി വരുന്നത്. പക്ഷെ പറഞ്ഞു വരുന്ന അവസാനം നമ്മൾ അവസാനിപ്പിക്കുന്നത് പ്രായോഗിക തലത്തിലാണ്. നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ ദൈവത്തെ നോക്കണം, പിന്നെ വീട്ടിൽ പോയി എന്ത് ചെയ്യണം? ഇത് രണ്ടും പറയണം എനിക്ക്, അല്ലാതെ പറ്റത്തില്ല. കാരണം ഞാൻ കടന്നു വന്നിരിക്കുന്നത് ആദ്യമേ പറഞ്ഞു, ലൈംഗിക പാപങ്ങളെ വിട്ടുമാറാനുള്ള ദൈവകേന്ദ്രീകൃതമായ പ്രചോദനങ്ങൾ. അല്ലാതെ നിങ്ങൾ ലൈംഗിക പാപം ചെയ്ത എയ്ഡ്സ് വരും, അതൊന്നുമല്ല ഞാൻ പറയുന്നത്, അല്ലെ? അതൊക്കെ ദൈവമായിട്ട് ബന്ധമില്ലാത്ത പ്രചോദനങ്ങൾ. എയ്ഡ്സ് ഒക്കെ വരും, അതും പ്രതികാരമാകട്ടെ ദൈവത്തിന്റെ. പക്ഷെ അതല്ല നമ്മൾ ഈ പാപങ്ങൾ വിട്ടുമാറാനുള്ള കാരണങ്ങൾ. അപ്പൊ ഒന്നാമതായിട്ട് 1 തെസ്സലോനിക്കർ 2 ദൈവത്തെ ഭയപ്പെടണം, അവൻ പ്രതികാരം ചെയ്യും ലൈംഗിക പാപം ചെയ്താൽ. രണ്ടാമതായിട്ട് യേശു ക്രിസ്തുവിനെ ഓർത്ത് ശരീരത്തിൽ അവനെ മഹത്വീകരിക്കണം. ഇനി മൂന്നാമതായിട്ട് ഒരു കാരണം കൂടെ കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. റോമാലേഖനം 1:18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു.
ദൈവത്തിന്റെ ഒരു ക്രോധം വന്നുകൊണ്ടിരിക്കുക. ഇനി അവസാനം എല്ലാം കൂടെ എടുത്ത് ദൈവം ഈ ലോകം കത്തിച്ച് കളയും. അതാണ് ഞാൻ പറഞ്ഞത് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത്. സകല അഭക്തിക്കും അനീതിക്കും നേരെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമില്ല, അതാണ് അഭക്തി. അത് നിമിത്തം ദൈവത്തിന്റെ പദ്ധതിയോ വ്യവസ്ഥയോ പാലിക്കാത്ത പ്രവൃത്തികൾ, അതാണ് അനീതി. മനസ്സിലായോ? ദൈവത്തോട് ഭക്തിയുമില്ല നീതിയുമില്ലാത്ത സകല മനുഷ്യരുടെയും എതിരെ ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്താ അവർ ചെയ്തത്? ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എന്ന് പറഞ്ഞാല് ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി എല്ലാരും ചുറ്റുമൊക്കെ നോക്കി, വാഴ, പ്ലാവ്, മാവ് ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ, അല്ലെ? ഈ സൃഷ്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നേ? ചിലരൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ തെങ്ങ് നോക്കിക്കൊണ്ടിരിക്കും. പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരുത്ത അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ ഹിസ്റ്ററി ടീച്ചർ ഒന്ന് ചോദിച്ചു, എത്ര തേങ്ങയുണ്ട് എണ്ണിക്കോ? അവനെ കൊണ്ട് എണ്ണിപ്പിച്ചില്ലേ? അവൻ ക്ലാസ് സമയത്ത് മുഴുവൻ പുറത്തെ തെങ്ങില് തേങ്ങ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ എന്തായിരുന്നു ഇത് നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്? ശരിക്കും ദൈവം എന്തിനാ ഈ സൃഷ്ടി ഇത്ര വലുതാക്കിയത്? ഈ ഭൂമിയിൽ ഒരു കുറച്ച് മനുഷ്യരെ ജീവിച്ചുള്ളൂ, പക്ഷെ യൂണിവേഴ്സ് കണ്ടിട്ടില്ല. എന്തോന്നാ, എത്ര ഭൂമി വേണേലും ആകാം ഇതിനകത്ത്. എന്തിനാ ദൈവം ഇത്ര വിശാലമായിട്ട്? ഇപ്പൊ നിങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്, പക്ഷെ വീട് കെട്ടി വെച്ചിരിക്കുക 26 ബെഡ്റൂം. ആളുകളൊന്നും ചോദിക്കത്തില്ല, എന്തോന്നിനാണോ നിന്റെ അമ്മയ്ക്കും നിനക്കും അത്രയ്ക്ക് തടിയാ, വണ്ണം? എന്ന് പറഞ്ഞ പോലെ ദൈവം എന്തിനാ ഈ പ്രപഞ്ചം ഇത്ര വലിയത് സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ കുറച്ച് പൊടികളായിട്ട് നമ്മളിലേക്ക്? എന്തിനാണ്? ഈ സൃഷ്ടി നോക്കുമ്പോൾ നമ്മള് ദൈവത്തെ കുറിച്ച് പഠിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, സൃഷ്ടിയിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന എന്ത്? ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവും അവൻ ലോക സൃഷ്ടിയാൽ തന്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ബുദ്ധിയിലോട് വെളിപ്പെടുത്തി കൊടുക്കും. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുന്നേ? അതങ്ങ് വേണ്ടെന്ന് നോക്കും. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നെങ്കിലും അത് വേണ്ട, അല്ലെ? അതുകൊണ്ടാണ് 21-ാം വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. എങ്ങനെ അറിഞ്ഞു? ഈ സൃഷ്ടിയിലൂടെ ദൈവം സകല മനുഷ്യരോടും പറയാണ്, ഒരു ദൈവമുണ്ട്, അവൻ ശക്തനാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവരെന്താ ചെയ്യുക? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. മനുഷ്യനൊരു നന്ദി കെട്ടവനാണ്, അല്ലെ? എല്ലാം ദൈവം ചെയ്തിട്ടും ദൈവം വേണ്ടെന്നാണ് മനുഷ്യൻ. എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് ഈ ഒരു ഇത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അങ്ങനെ ചെയ്യാതെ അവരെന്ത് ചെയ്തു? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. പിന്നെ കുറെ പറഞ്ഞിട്ടുണ്ട്, അവര് വിവേകം വിട്ടുപോയി, ജ്ഞാനം വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് 26-ാം വാക്യം നോക്കി, ഇതിനുള്ള ദൈവത്തിന്റെ മറുപടി. ദൈവം നല്ല സൃഷ്ടിയൊക്കെ സൃഷ്ടിച്ചു, പക്ഷെ ദൈവത്തെ തിരിച്ചറിയുന്നില്ല മനുഷ്യൻ. അപ്പൊ എന്തോ മറുപടി ദൈവത്തിന്റെ? 26-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടായെന്ന് കേട്ടോ, സ്വവർഗരതി ഉണ്ടായെന്ന്. അതായത് മനുഷ്യന് ലൈംഗിക ഭാവം പിന്നെ മനസ്സിലാകാം, ലൈംഗിക ആഗ്രഹമുള്ളതുകൊണ്ട് പോകുന്നുണ്ട്. ഇത് സ്വഭാവത്തിന് വിപരീതമായത്, പ്രകൃതിക്ക് വിരോധമായതൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങി. അത്ര ബുദ്ധിഹീനനായി മനുഷ്യൻ. എന്താ കാരണം? നമ്മുടെ ഇടയിൽ സ്വവർഗരതിക്കാരൊക്കെ ഉള്ളു. എന്താ കാരണം? ആ വ്യക്തികളല്ല, ഈ മനുഷ്യരാശിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉള്ളേ? ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല, ദൈവത്തെ ആരാധിച്ചില്ല. അപ്പൊ നമുക്ക് എന്താ അതിന് പഠിക്കാനുള്ളതെന്നറിയാം? ശരിക്കും ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചില്ലെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില മ്ലേച്ഛ ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വീഴും. അതൊക്കെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നും, ആകർഷണീയമാണെന്ന് തോന്നും. ഹൃദയത്തിൽ ദൈവത്തോട് ആരാധന ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ പോവും. ആദ്യം ഫോണിലൊക്കെ ഒരു സിനിമയൊക്കെ കാണുന്നതായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അത്ര സുഖമില്ല, പിന്നെ അതിനേക്കാളും കൂടിയ വെറൈറ്റി വേണമെന്ന് പറയും, അല്ലെ? പിന്നെ അതും നമുക്കൊരു ത്രില്ല് തരുന്നില്ല, പിന്നെ അതിനേക്കാളും കൂടിയത് വേണം പറയും, അല്ലെ? ഇപ്പൊ പിള്ളേരൊക്കെ ആദ്യമൊക്കെ MDM വേണം, ആദ്യം ബീഡിയൊക്കെ വലിച്ചു തുടങ്ങും, പിന്നെ സിഗരറ്റിൽ പോകും, പിന്നെ MDMA പോവും, പിന്നെ LSD പോവും, പിന്നെ അവന് വേറെ കിട്ടാത്ത സാധനത്തിന്റെ പുറകെ എല്ലാം പോകും, അല്ലെ? എല്ലാവരും ഇങ്ങനെ പടിപടിയായിട്ടാണല്ലോ, LKG UKG 1-ാം ക്ലാസ് 2-ാം, അല്ല ആദ്യം ഒരു 10-ാം ക്ലാസ് അല്ലല്ലോ. പാപത്തിലും ഇങ്ങനെ
അപ്പൊ ഇപ്പൊ നമ്മൾ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ പാപമല്ല ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പാപത്തിൽ മുതിരും. ഗ്രാജുവേഷനൊക്കെ എടുത്ത് PhD ഒക്കെ ആവും കേട്ടോ. ഇതൊരിക്കലും നിക്കത്തില്ല. ഇത് ഇംഗ്ലീഷിൽ പറയും സ്ലിപ്പറി സ്ലോപ്പ്. വഴുതി നമ്മളങ്ങ് പോകും. നമ്മള് കടലിൽ പോയി കുളിക്കാൻ നോക്കിയാ, നീന്തൽ അറിഞ്ഞൂടാത്തവന്മാര് കടലിൽ പോയിട്ട് അറിഞ്ഞില്ലേ, ഇങ്ങനെ പതുക്കെ കുറച്ച് കഴിയുമ്പോ അവൻ പോയി, കടലിനകത്ത് പോയി, കടല് വലിച്ചോണ്ട് പോയി അല്ലേ എന്ന് പറഞ്ഞതുപോലെ അവിടെ തന്നെ ഒന്നും നിക്കത്തില്ല. അപ്പൊ ലൈംഗിക പാപങ്ങൾ സൂക്ഷിക്കണം. ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇത് നിങ്ങളെ കയറി എന്താ പറയാ, ഈ മരം ചുറ്റുന്ന പോലെ ചുറ്റി വരിഞ്ഞു നിങ്ങളെ കൊണ്ടങ്ങ് പോകും. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു വ്യക്തി കണ്ടിട്ടില്ല. 17-ാം വയസ്സിലെ ലൈംഗിക പാപം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ കയറി ഒരു പടമൊക്കെ നോക്കിയിരിക്കും. അല്ലല്ല, അങ്ങനെ തുടങ്ങിയേ. ഇപ്പം വലിയ കൂടിയ പരിപാടികളിലൊക്കെയാണ്, പുറത്തു പറയാൻ പറ്റാത്ത ലെവലിലൊക്കെ പോയിരിക്കുകയാണ്. ഇതിനിങ്ങനെ പോക്കാണ്. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പോലെ, ഇത് നമ്മുടെ റോഡ് സൈഡിലെ പൈപ്പുകൾ കണ്ടില്ലേ, തുറന്ന ഒരു നൂല് പോലെ വെള്ളം വരും. അങ്ങനെ ഇതിന്റെ തുടക്കമാണ്. പക്ഷെ അവസാനം മുല്ലപ്പെരിയാർ ഡാം പോലെ ആവും. ഈ ലൈംഗിക പാപങ്ങൾ ഒന്നും അവിടെ നിൽക്കത്തില്ല, അത് വളർന്നു പോകും കേട്ടോ. മൂലകാരണം ദൈവത്തെ അവർ അറിഞ്ഞിട്ടും ആരാധിച്ചില്ല, മഹത്വീകരിച്ചില്ല കേട്ടോ. നമ്മൾ 3 വേദഭാഗങ്ങൾ എടുത്ത് നോക്കി. ഒന്നാമതായിട്ട് ദൈവം സൃഷ്ടാവാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ദൈവം സൃഷ്ടാവാം, ദൈവം പിതാവാം, ദൈവം. അവനെ തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കണം, അവന് നന്ദികരൻ. നിങ്ങൾ ഈ നന്ദി പറയണമെന്നൊക്കെ ആരാധന സമയത്ത് കേൾക്കാറില്ലേ, സ്തോത്രം പറയണം. ഇപ്പൊ നമ്മൾ എനിക്ക് എന്തോന്നാ ഈ സ്തോത്രം എന്ത് മന്ത്രമാണ് അല്ലെ? ചിലരങ്ങനെ ഉണ്ട്, സ്തോത്രം മന്ത്രം പറയുന്നവര്. അത് വലിയ ഗുണമൊന്നുമില്ല. ഹൃദയത്തിൽ ഈ സ്തോത്രമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം തെറ്റിപ്പോയാൽ വേറൊരുത്തിന് അപ്പുറത്തിൽ കൊണ്ട് പിടിക്കാൻ പാപം. നമ്മുടെ ഹൃദയത്തിന്റെ ഈ ആഗ്രഹങ്ങൾ എങ്ങോട്ടാണെന്നനുസരിച്ചിരിക്കും ഈ ഡയറക്ഷൻ. നിങ്ങൾ ദൈവത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വഴി പോകും. ദൈവത്തെ ആഗ്രഹിക്കാതിരുന്ന അവിടെ അങ്ങനെ ഇരിക്കുകയല്ല, വേറൊരുത്തം വന്ന് കയറും. അല്ലാതെ ന്യൂട്രൽ ഇല്ല, പാപവും ഇല്ല ദൈവവും ഇല്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുക, അങ്ങനെ ഒരു ഇടയ്ക്ക് നിൽക്കാൻ ഒരു സ്ഥലവും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്ത് മുതിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് മുതിരുന്നു. ഏതാ നിങ്ങളൊക്കെ? മുമ്പോട്ട് വളരുകയാണോ അതോ പിന്നോക്കം പോവുകയാണോ? പിന്മാറ്റമാണോ? ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ചില ഓടയൊക്കെ കണ്ടില്ല, വെള്ളം ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കും, മുമ്പോട്ട് ഒഴുകുന്നില്ല ബാക്കിലോട്ട് ഒഴുകുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല, അങ്ങനെ ഒരു ജീവിതമേ ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നെങ്കിൽ ദൈവത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്, ഇല്ല ദൈവത്തിൽ നിന്ന് പിന്നോക്കം പൊക്കോണ്ടിരിക്കുകയാണ്, പാപത്തിൽ പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ തികഞ്ഞ ഈ പറഞ്ഞ സ്വവർഗരതിയിലൊക്കെ എത്തും. ഞാൻ അതിലൊന്നും പോകത്തില്ല, അതിലെത്തും. ഇതൊക്കെ അനുഭവം. ഞാൻ ഈ വചനം വായിച്ചിട്ട് മാത്രമല്ല, അനുഭവത്തിൽ നിന്നും പറയാ. ഇങ്ങനെയൊക്കെ പോയവരെ നമുക്കറിയാം. നമ്മുടെ അമേരിക്കയിലെ സഭയിലായിരുന്നപ്പോ ഇത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നത്. പലരും അതിന്റെ വഴിയൊക്കെ പോയി. പിന്നെ അവർക്കത് ചിന്തിക്കാൻ പോലും പോയി വേറൊരു രീതിയിൽ. അവരുടെ തല പോയി. ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ കണ്ടോ, ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാതെ അവര് ഏതോ പുസ്തകം വായിച്ചും ഏതോ സിനിമ കണ്ടപ്പോ കൊള്ളാലോ എന്നും പറഞ്ഞു പോലെ ദൈവം നീയൊക്കെ ഇതിനകത്ത് പോയി കിടന്നോ, ഈ വ്യാജം വിശ്വസിച്ചോ. കേട്ടോ, ദൈവം ഇതെല്ലാം ചെയ്യുന്നേ, പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ. അയ്യോ വെറുതെ ദൈവത്തിനെ വെല്ലുവിളിക്കാൻ പോണോ? അപ്പൊ കണ്ടോ, ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത് കണ്ടു രക്ഷകനായ യേശുക്രിസ്തുവിനെ മഹത്വീകരിക്കണം. മൂന്നാമത് കണ്ടു പരിശുദ്ധാത്മാവ് വസിക്കുവാൻ കടന്നിരിക്കുന്നവനെ തുച്ഛീകരിക്കരുത്. കേട്ടോ, ത്രിയേക ദൈവം 3 ഉണ്ട് ഈ പറഞ്ഞ 3 പ്രചോദനത്തിൽ. അപ്പൊ എന്തുകൊണ്ട് ലൈംഗിക പാപം വിടണമെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വീകരിക്കണം, ദൈവത്തെ ഭയപ്പെടണം. അല്ലെ? ഇനി അവസാനമാണ് കാതലായ വിഷയം. അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ, ചേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ, പക്ഷെ എങ്ങനെ ഇതൊക്കെ അല്ലെ? പലരും ഒന്ന് ചോദിക്കും, ചേട്ടാ ഇത് മറ്റേ പാവം പോലെയൊന്നും അല്ല, ഇതൊക്കെ നമ്മുടെ തലയ്ക്ക് പിടിച്ചാണല്ലോ, പിന്നെ എങ്ങനെ നിർത്താൻ പറ്റും അല്ലേ? ഭയങ്കര വൈകാരികമായ ഒരു പാപമാണ് അല്ലെ? ഇതിന്റെ പ്രലോഭനം വരുമ്പോ പിന്നെ അങ്ങ് ഭയങ്കര സുഖമാണ്. ഈ സുഖമുള്ളതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അല്ലെ? ഇതിങ്ങനെ നമ്മുടെ തലച്ചോറിൽ കയറി പിടിക്കും, നമ്മുടെ നെർവ്സ് എല്ലാം കൂടെ അങ്ങോട്ട് ഹോ സുഖമായി അല്ലെ? പിന്നെ അപ്പൊ എങ്ങനെ നിർത്തും? അപ്പൊ എങ്ങനെ ലൈംഗിക പാപങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ വാക്യം എല്ലാ ബൈബിളിലും തർജ്ജിമ ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചില ഇംഗ്ലീഷ് ബൈബിളിലേ ഉള്ളൂ ഇത് നേരെ ചൊവ്വേ ട്രാൻസ്ലേറ്റ്. ഇതിന്റെ
പദങ്ങളുടെ ക്രമം എപ്പോഴും അവർ തെറ്റിച്ചും തിരിച്ചു മറിച്ചൊക്കെ ഇടും. ഇതിന്റെ പദക്രമം ഒന്ന് മാറ്റി ഞാൻ തന്നെ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അങ്ങനല്ല. ആത്മാവിന്റെ പ്രമാണമായ യേശുക്രിസ്തുവിന്റെ ജീവൻ എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനഃപ്പാഠമാക്കേണ്ട ഏക വാക്യം ഇതാണ്. ഒരു വാക്യം കാണാൻ പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരു പ്രമാണമുണ്ട്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തോ? വീടൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രമാണം എഴുതണം. ആ പ്രമാണമല്ല, ഇതൊരു നിയമം. എന്താ നിയമം? പാപത്തിന്റെയും മരണത്തിന്റെയും. ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം ആ രാശിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ജനിക്കുമ്പോഴേ ഒരു നിയമത്തിന്റെ കീഴിലാണ് അവർ പാപം ചെയ്യും. നമ്മളെല്ലാം പാപം ചെയ്യുന്ന എന്തുകൊണ്ടാ? നമ്മുടെ സ്വഭാവമാണ് പാപം ചെയ്യാന്നുള്ളത്, അല്ലെ? ഇപ്പൊ നിങ്ങളെല്ലാം എന്തുകൊണ്ടാ ഉച്ചയ്ക്ക് ഉണ്ണുന്നേ? എന്തുകൊണ്ടാ രാവിലെ ആഹാരം കഴിക്കുന്നത്? വിശക്കുന്നത്. എന്തുകൊണ്ടാ വിശക്കുന്നത്? അങ്ങനെ വിശപ്പില്ലാത്ത മനുഷ്യരെന്താ ഇല്ലാത്ത? മനുഷ്യന്റെ സ്വഭാവമാണ് വിശക്കും. അവന് ആഹാരമില്ലേ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെ? അവന് വായുവില്ലേ ശ്വസിക്കാൻ പറ്റത്തില്ല. അതൊരു തത്വമാണ്, അതൊരു ആവശ്യമാണ്, അതൊരു നമ്മുടെ നേച്ചറാണ്, നമ്മുടെ പ്രകൃതമാണ്, അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതമാണ്. അപ്പൊ മനുഷ്യനെ വെറുതെ വിട്ടാൽ എന്ത് ചെയ്യും? അവൻ പാപം ചെയ്യും. ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പാപം ചെയ്യും. അപ്പൊ പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നാളെ മുതൽ ആഹാരം ഒന്നും കഴിക്കണ്ട കേട്ടോ ഈ ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് ചെയ്യാൻ പറ്റുന്ന അസാധ്യമായ കാര്യം. എന്നല്ലേ പറയാം, എന്റെ പ്രകൃതിക്ക് വിരോധമായ കാര്യം ഇവനൊക്കെ പ്രസംഗിക്കുന്നത്. നാളെ പോലെ ആഹാരം ഒന്നും കഴിക്കേണ്ട ജീവിത അവസാനം വരെ, അല്ലെ? അല്ലാതെ ഒരു ദുശീലം മാറ്റുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രകൃതം തന്നെ മാറണോ? അയ്യോ, അതെങ്ങനെ പറ്റും? അല്ലെ, എന്റെ പ്രകൃതമാണ്, ഞാൻ പാപത്തിൽ വീഴും. നമ്മളെല്ലാം എന്തുകൊണ്ടാണ് ലൈംഗിക പാപം ചെയ്യുന്നത്? അത് ചെയ്യാന്നുള്ളതാണ് എന്റെ പ്രകൃതം. അല്ലാതെ ഇതിനകത്ത് നല്ലവനും ചീത്തവനൊന്നുമില്ല. എല്ലാവന്റെയും പ്രകൃതം പാപം ചെയ്യാന്നുള്ളതാണ്. പാപം ചെയ്യുക, പിന്നെ മരണത്തിൽ പോവുക. മരണം പോയാൽ ദൈവമായിട്ട് ബന്ധം ഇല്ലാതിരിക്കുക, അതാണ് മരണം. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രനാകും? എങ്ങനെ സ്വതന്ത്രനാകും? അതൊരു പ്രസംഗമൊക്കെ കേട്ടിട്ട് ഒരു 3 പോയിന്റ് എഴുതി വെച്ചിട്ട് അങ്ങോട്ടും നമ്മൾ അനുസരിച്ച് എവിടെ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നാളെ മുതൽ ഇനി അടുത്ത 1ാമത്തെ ആഴ്ച ഞാൻ വരുന്നവരെ ആഹാരം ഒന്നും കഴിക്കരുത്. അങ്ങോട്ട് പ്രാർത്ഥിച്ച് നമ്മളൊരു പോയിന്റ് ഒക്കെ അങ്ങോട്ട് എഴുതി വെച്ചാൽ പറ്റുമോ? എല്ലാവരുടെയും വിചാരം ഇതാണ്, ഈ മതപരമായ പ്രസംഗത്തിന്റെ അവസാനം നമ്മളങ്ങോട്ടും പല്ലൊക്കെ കടിച്ചങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോവാണെന്ന്. അങ്ങനെ ചെയ്തെന്നല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ ആരെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തണം. ഈ പല്ലൊക്കെ അങ്ങോട്ട് കടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം, ഇല്ലില്ല, അത് നടക്കാനേ പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനല്ല, നമ്മുടെ ഈ പ്രകൃതം, ഈ ഒരു അടിമത്വത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. എങ്ങനെ? അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രമാണമുണ്ട്. വേറൊരു പ്രമാണം. അതെന്ത് ചെയ്യും? എന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ജീവനെ കൊണ്ടുവരും. അതെന്തോ യേശു ക്രിസ്തുവിന്റെ ജീവൻ? ജീവിതമല്ല, ജീവൻ. അതെന്തോ? യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ പാപം ചെയ്തോ? ഇല്ല, അവൻ പാപം ചെയ്യാതെ വിശുദ്ധനായി ജീവിച്ചു. അവന്റെ ഉള്ളിൽ വ്യാപരിച്ച ആ ജീവൻ, അവന്റെ കൈയെ കൺട്രോൾ ചെയ്ത ജീവൻ, അവന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്ത ജീവൻ എന്നിൽ വന്ന എന്റെ കൈ പാപം ചെയ്യുമോ? ഇല്ല. അപ്പൊ അതെടുത്ത് എനിക്ക് തന്നാ പോരെ? അതിന്റെ പങ്കാളിയാക്കിയാ പോരെ എന്നെ? ആ ജീവൻ എനിക്ക് അവൻ തരും. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ യേശുവിന്റെ ജീവന്റെ പങ്കാളിയായിട്ട് എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ സ്വാതന്ത്ര്യം കിട്ടും. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പാപത്തെ അതിജീവിക്കേണ്ടത്. അല്ലാതെ മതപരമായ ഭക്തി, നമ്മൾ ഈ പറയുന്ന സദാചാര ബോധം, അല്ലെ? നമ്മളൊക്കെ മലയാളികളാണല്ലോ, അപ്പൊ നന്നായിട്ട് നടക്കണമല്ലോ. അങ്ങനത്തെ മര്യാദ അല്ല ഇത്, അല്ലെ? നിങ്ങൾ ചിലർ പ്രസംഗം കേൾക്കാൻ വന്നിരുന്ന അങ്ങനെ ആയിരിക്കും. ചേട്ടൻ കുറെ മര്യാദകളൊക്കെ പഠിപ്പിക്കും, സദാചാരം, അല്ലെ? അതൊന്നും ഈ സദാചാരം ഒന്നും പ്രസംഗിക്കാണ് ഞാൻ വന്നത്. അസാധ്യമായ ഒരു കാര്യമാണ് ലൈംഗിക പാപത്തെ അതിജീവിക്കുക എന്നുള്ളത്. എങ്ങനെ പറ്റും? പുറത്തുനിന്ന് നമ്മൾ കടമെടുക്കണം. ഇപ്പൊ KSEB കടമെടുക്കും, കറണ്ടൊക്കെ പുറത്തുനിന്ന്. കാരണം സ്വന്തമായിട്ടില്ല എന്ന് പറഞ്ഞാൽ കടമെടുക്കണം. വേറൊരു ജീവനകത്ത് വരാം. എന്റെ കണ്ണിനെയും എന്റെ കയ്യിനെയും എന്റെ ലൈംഗിക അവയവങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീവൻ എന്റെ ജീവൻ, എന്റെ വേറൊരുത്തന്റെ ജീവനാണ്. അതാരാണ്? പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ 33 വർഷവും ജീവിച്ച് തെളിയിച്ച ക്രിസ്തു. അല്ലാതെ ചുമ്മാ ഞാൻ വിശുദ്ധനാണെന്ന് പറയുന്ന ഒരു ഗുരുവല്ല, ചുമ്മാ കള്ളം പറയുന്ന ഒരു ഗുരു അല്ലല്ല. പൂർണ്ണമായിട്ട് പാപം ചെയ്യാതെ ജീവിച്ചു. അതെങ്ങനെ അറിയാം പാപം ചെയ്യാതെ ജീവിച്ചെന്ന്? ചുമ്മാ അങ്ങ് പറയണം. ബൈബിൾ പറയുന്നു യേശു പാപം ചെയ്യാതെ ജീവിച്ചു, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? എങ്ങനെ അറിയാം പാപം ചെയ്യാതെ? എന്തെങ്കിലും തെളിവുണ്ടോ യേശു പാപം ചെയ്യാതെ ജീവിച്ചെന്ന്?
തെളിവാണ് ഉയർത്തെഴുന്നേൽപ്പ്. കാരണം പാപം ചെയ്ത ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അവൻ മരിച്ചങ്ങ് പോയനെ, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കൊന്നും പറ്റത്തില്ല. കാരണം എന്താ? മരിച്ചവന്റെ പാപത്തിനുള്ള ശമ്പളവും നിത്യതയോളം നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ടി വന്നതിന്. പക്ഷെ യേശു ക്രിസ്തു പാപം ചെയ്യാത്ത വ്യക്തി ആയതുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കാരണം അവനിലൊരു പാപവും ഇല്ല, അവൻ മരണത്തിനടി കിടക്കേണ്ടവനുമല്ല. നമ്മുടെ പാപം നിമിത്തമാണ് അവന് മരണവും ഈ 3 ദിവസം കല്ലറ കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് അത് ചരിത്രപരമായ സംഭവമാണ്, അല്ലാതെ നമ്മുടെ ഒരു ഐതിഹ്യമല്ല. ഉയർത്തെഴുന്നേൽപ്പ് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്നു യേശു 33.5 വർഷവും പാപം ചെയ്യാതെ വിശുദ്ധനായി ജീവിച്ചവനാണ്. ആ ജീവൻ എന്റെ ഉള്ളിൽ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. ആ ജീവൻ എന്റെ ഉള്ളിൽ വന്നാൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 40 വയസ്സോളം അടുക്കാറായി ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയെ തൊട്ടിട്ടില്ല. അത് പറ്റും. എന്റെ മിടുക്കാണോ? ഞാൻ വലിയ വചനം പ്രസംഗിക്കുന്നവനായിട്ടാണോ? അതോ എനിക്ക് ഈ സ്ത്രീ വിഷയത്തിൽ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അതൊന്നും കൊണ്ടൊന്നുമല്ല. അപ്പോ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ പറഞ്ഞ കാര്യം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളിത്തം ലഭിച്ചാൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറയാണ്, ചേട്ടാ ഈ ഫോണൊന്നും അടച്ചു വെക്കാൻ പറ്റില്ല, ഈ ഇന്റർനെറ്റ് ഫോണൊന്നും പറ്റുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജീവനിലൂടെ പറ്റും. വിശ്വസിക്കുന്നുണ്ടോ? പറ്റും. അതിന്റെ 11-12 വായിച്ച റോമർ 8:11-12. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് മർത്യ ശരീരങ്ങളെ ജീവിക്കും. പാപത്തിന്റെ മരണത്തിന്റെ അടിയിൽ കിടക്കുന്ന നിങ്ങളുടെ മർത്യ ശരീരം, മർത്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ശരീരം, മരിക്കാൻ പറ്റുന്ന ശരീരം, ഈ ശരീരത്തെ ജീവിപ്പിക്കുവാൻ ഉയർപ്പിച്ച ആത്മാവിന് കഴിയും. ഇപ്പൊ നമ്മളോട് പറയാണ്, ഒരാൾ താണ്ട മരിച്ച് കല്ലറ കിടക്കുന്നു, പുറത്തു വരുമോ? അയ്യോ, അത് അസാധ്യം. മരിച്ച ഒരാൾ എങ്ങനെ പുറത്തു വരുന്നത്? അല്ലെ, ഭൂതമായിട്ടും പ്രേതമായിട്ടും വരുന്ന കാര്യമല്ല. ശരീരം അതിനകത്ത് പൊങ്ങി ഇങ്ങനെ വരുന്നു, അസാധ്യമല്ലേ? എങ്ങനെ സംഭവിച്ചു? ആത്മാവ് ജീവൻ കൊടുത്തു വരുത്തി. നിങ്ങൾ ലൈംഗിക പാപങ്ങളൊക്കെ നിർത്തി. എങ്ങനെ പറ്റും? അയ്യോ, അത് അസാധ്യം. മരിച്ചു കിടക്കുന്നവനെ പോലെ ഞാനൊന്നും വരാനൊന്നും പോകുന്നില്ല. അല്ലെ, മരിച്ച ഒരാൾ കല്ലറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ അസാധ്യമാണ് നിങ്ങൾ നാളെ മുതൽ മൊബൈലൊക്കെ അടച്ചു പൂട്ടി ലൈംഗിക പാപമൊക്കെ നിർത്തുന്നത്. പക്ഷെ പറ്റും. എങ്ങനെ? ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ ഉയർപ്പിന്റെ ശക്തി, ആ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ തരുമെന്ന്. ഇത് സന്തോഷത്തിന്റെ കാര്യമല്ലേ? നമുക്ക് അസാധ്യമായത് യേശു ക്രിസ്തുവിനെ സാധ്യം. യേശു എങ്ങനെ ലൈംഗിക പാപത്തെ അതിജീവിച്ച്, അതുപോലെ നമുക്കും പറ്റും. അതാണ് കർത്താവിന്റെ ആഗ്രഹം. അതിനാണ് പരിശുദ്ധാത്മാവിനാൽ നിറയണം. അല്ലാതെ ആത്മാവിനാൽ നിറയുന്നത് കുറെ ബഹളം വെക്കാനും കോലാഹലത്തിനും ഒന്നുമല്ല. അല്ലെ, ശരിയായിട്ടുള്ള ആത്മാവിനാലുള്ള നിറവ് ഇതിനു വേണ്ടിയിട്ടാണ്. വിശുദ്ധിയോടെ ജീവിക്കുക. ഈ എപ്പോഴും പാപത്തിലേക്കും മരണത്തിലേക്കും തള്ളിയിടുന്ന ഈ പ്രമാണം ഉണ്ടല്ലോ, എന്റെ ശരീരത്തിൽ ഒരു നിയമം പോലെ വർക്ക് ചെയ്യുകയാണ്. അതിനെതിരെ എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി പകർന്ന് എനിക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ, ലൈംഗിക പാപങ്ങളെ വേണ്ടെന്ന് വെക്കുവാൻ എന്നെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അപ്പൊ എന്തോ ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ അവന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് വിശുദ്ധ മന്ദിരം. പരിശുദ്ധാത്മാവെ, നിന്റെ ഹിതം പോലെ ഉപയോഗിച്ചാട്ടെ. അല്ലെ, അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ ആത്മാവിനാൽ നിറയുമെങ്കിൽ നമുക്ക് ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും. അവസാനത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2:38. ഇത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വായിച്ചേ. എല്ലാരും എടുത്തൊന്ന് വായിച്ചേ. ആ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയണം, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിനാൽ ജീവൻ ലഭിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചോദ്യമുണ്ട്. ആർക്കാ ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നേ? ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നേ? അപ്പോസ്തല പ്രവൃത്തികൾ 2:38 കണ്ടോ? ആക്ട്സ് 2:38. ആർക്കാ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? ചുമ്മാ സഭയിലൊക്കെ വന്നിരുന്നാൽ മതി? ഇതുപോലൊക്കെ യൂത്ത് മീറ്റിങ്ങിനൊക്കെ ഇരുന്നാൽ കിട്ടുമോ? ഇതോടെ പറഞ്ഞിരിക്കുന്നത്
മാനസാന്തരപ്പെട്ട്, അപ്പൊ രാവിലത്തെ പ്രസംഗമായി, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. അതാണ് യേശുവിന്റെ നാമത്തിൽ എന്നിട്ട് സ്നാനപ്പെട്ട് അവന്റെ ഭാഗമാകുകയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കൂടെ. അപ്പൊ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേര് മാനസാന്തരപ്പെട്ടു? നിങ്ങളിൽ ഇരിക്കുന്നവര്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു? ഇന്ന് രാവിലെ കേട്ട പോലെ പാപത്തിൽ നിന്നൊക്കെ തിരിഞ്ഞോ? ഇനി കർത്താവാണ് എന്റെ ജീവൻ എന്ന് പറഞ്ഞ് അവനിലേക്ക് തിരിഞ്ഞോ? അവനിൽ വിശ്വസിക്കുന്നുള്ളൂ. യേശുവിൽ മാത്രം വിശ്വാസം. ഞാൻ രക്ഷിക്കപ്പെടുന്നത്, അതായത് ദൈവത്തിന്റെ വരുവാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് യേശുവിന്റെ ക്രൂശുമരണം മാത്രമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അവനോട് ചേരാൻ സ്നാനപ്പെട്ടോ? ഇങ്ങനെയുള്ളവർക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം. എന്നിട്ട് വേണം അതിലൂടെ ജീവൻ പ്രാപിച്ച് ലൈംഗിക പാപങ്ങളൊക്കെ അതിജീവിക്കുക. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെടാത്ത മക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യണം. ഇല്ലാതെ നിങ്ങൾക്കൊന്നും ഒരുപോലത്തെ ലൈംഗിക പാപം ഒന്നും അതിജീവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്നും വീട്ടിൽ പോയി ലൈംഗിക പാപം ചെയ്യും, എഴുതി വെച്ചു. അപ്പൊ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് കർത്താവിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കണം. ഇതല്ലാതെ ഈ ലൈംഗിക പാപങ്ങളുടെ മേൽ ജയം പ്രാപിക്കാൻ ഒരു വഴിയില്ല. പാപത്തിന്റെ മേലിലേ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എന്തുകൊണ്ട് നമ്മൾ ലൈംഗിക പാപങ്ങളൊക്കെ ഒഴിയണം? ദൈവത്തെ ഭയക്കണം, ദൈവത്തെ മഹത്വീകരിക്കണം, ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥയാണ് ലൈംഗികത. അതിന് വിരോധമായിട്ടുള്ള എല്ലാ പാപങ്ങളും, അല്ലേ, ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ലൈംഗിക സുഖങ്ങളെല്ലാം പാപമാണ് ബൈ ഡീഫോൾട്ട്, അല്ലേ. എല്ലാ സ്വയം പരിപാടികളും നിർത്തിക്കോണം. ഒറ്റയ്ക്കിരുന്ന് മൊബൈലിൽ കൂടെ സിനിമ കാണുന്നത് അതെല്ലാം നിർത്തിക്കോണം. എല്ലാം ലൈംഗിക പാപങ്ങളാണ്. സ്വവർഗരതി, പരസംഗം, അതായത് കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയായിട്ടുള്ള ലൈംഗിക ബന്ധം, എല്ലാം പാപമാണ്. അതെല്ലാം വിട്ടുമാറണം. എന്തുകൊണ്ട്? ദൈവം പ്രതികാരം ചെയ്യും. ദൈവത്തെ ഈ ശരീരം കൊണ്ട് മഹത്വീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ പറ്റും? ഇതെല്ലാം തരണം ചെയ്ത് വിശുദ്ധമായി ജീവിച്ച യേശു ക്രിസ്തു പറയുകയാണ്, എന്റെ ജീവൻ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തരാം. ഞാൻ എൻ്റെ കയ്യെയും കണ്ണിനെയും കാലിനെയും കാതിനെയും എല്ലാം നിയന്ത്രിച്ചതുപോലെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ എൻ്റെ ശക്തി തരാം. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എൻ്റെ ശക്തി പ്രാപിച്ചാൽ മാത്രം മതി. എൻ്റെ ജീവൻ, അവനുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരണം. നമുക്ക് കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോകത്തിലെ പല വിധത്തിലുള്ള വക്രതയും അവർക്ക് ചുറ്റുമുണ്ട് കർത്താവേ. നീ ആയിട്ട് അവരെ കാത്തു സൂക്ഷിക്കണം. നിന്റെ വചനം അയച്ച് അവരുടെ ഉള്ളത്തിൽ ജ്ഞാനം പകരണമേ. ദൈവഭയം നിമിത്തം അവരുടെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന ലൈംഗിക പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങളെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് നിനക്ക് പ്രസാദകരമായ യൗവനക്കാരാകുവാൻ ഈ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ്, ഇന്ന് സ്നേഹവാനായ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ, നിന്റെ ദയയും കരുണയും രുചിച്ചറിയുവാനും അവരെ സഹായിക്കണമേ. രക്ഷിക്കപ്പെട്ടവർ കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഇനിയും നിറയുവാനും ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തയേശുവിന്റെ ജീവൻ പ്രാപിച്ച് പാപത്തിന്റെയും മരണത്തിന്റെയും അധീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായോഗിക തലത്തിൽ ലൈംഗിക പാപങ്ങൾ വിട്ടോടുവാൻ കർത്താവെ, അതിൽ ആനന്ദം കണ്ടെത്താതിരിക്കാൻ, അതിൽ രസം കണ്ടെത്താതിരിക്കാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയായിട്ട് കൽപ്പിച്ച് വെച്ചിരിക്കുന്ന വിവാഹത്തിനകത്ത് മാത്രമുള്ള ലൈംഗിക സുഖം അനുഭവിക്കുവാൻ ഇവർക്ക് ഭാഗ്യം കൊടുക്കണമേ. തക്ക സമയത്ത് അതിനുള്ള തുണകളെ കൊണ്ടുവന്ന് കർത്താവ് ഇവരുടെ വിവാഹ ബന്ധങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് ഇവർ വിശുദ്ധിയോടെ ഒരുങ്ങുന്ന ദൈവഭയമുള്ള യൗവനക്കാരായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.